ഹായ് ഹലോ വെൽക്കം ടു IAS ഫാക്ടേഴ്സ് കറണ്ട് അഫയേഴ്സ്. നമ്മൾ UPSC 2025 എക്സാം ഇനി കുറച്ച് മാസം കൂടെ ഉള്ളൂ, കുറച്ച് ദിവസങ്ങളൂടെ ഉള്ളൂ. അപ്പോൾ അതിനേക്ക് മുന്നേ നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സുകളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പ്ലാൻ ചെയ്യുന്നത്. ആ ഒരു സീരീസാണ് കറണ്ട് അഫയേഴ്സിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് സീരീസാണ് നമ്മളിനി ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ലീപ്പ് എന്നാണ് അതിൻ്റെ പേര്. ഇനിയിപ്പോൾ ലാസ്റ്റ് മിനിറ്റ് കുതിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന 2-3 കാര്യങ്ങൾ കറണ്ട് അഫയേഴ്സിന് നമ്മൾ ലാസ്റ്റ് മിനിറ്റ്, ഇത് നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് 20 ആണ്. കഴിഞ്ഞ 20 വീക്കായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് നമ്മുടെ ആപ്പിൽ കാണാൻ പറ്റും. സോ ഇതിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ക്ലാസ്സുകളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് കിടപ്പുണ്ട്. അതായത് നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ ലീപ്പ് എന്ന് പറയുന്നത് അവസാന നിമിഷം ഇനി പ്രിലിംസിലേക്കുള്ള കംപ്ലീറ്റ് കാര്യങ്ങളാണ്. അതിൻ്റെ ബാക്കി ഫുൾ ക്ലാസ്സുകളും നിങ്ങൾക്ക് IAS ഫാക്ടറിൻ്റെ ആപ്പിൽ 2025 എന്നെടുത്തു കഴിഞ്ഞാൽ അതിൽ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ ഇതെല്ലാം കാണാൻ പറ്റും. ഈ ക്ലാസ്സിൻ്റെ ഒക്കെ ഡൗൺലോഡബിൾ ആയിട്ടുള്ള നോട്ട്സും ഇതിനകത്തുണ്ട്. സോ ഓൾറെഡി ഇതിൻ്റെ ഫുൾ കോഴ്സ് ഫീ എന്ന് പറയുന്നത് just 2000 ആണ്. ലാസ്റ്റ് മിനിറ്റിന് യു ക്യാൻ ആക്ച്വലി ഫ്രീ ഫോർ ഓൾ ദി എക്സിസ്റ്റിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് പ്ലാൻ എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സിൽ നമ്മളിനി പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നത് ഏതൊക്കെ പീരീഡിലാണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം ജൂൺ 2024 തൊട്ട് നൗ യു ക്യാൻ ആക്ച്വലി സി ഏപ്രിൽ 2025 വരെയാണ് നമ്മൾ ആ ഒരു കവറേജ് നമുക്ക് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഏപ്രിൽ 2025 വരെ നമ്മുടെ ഈ ഒരു കവറേജ് നമുക്ക് ഉണ്ടാവും. സോ ഓൾമോസ്റ്റ് ഹിന്ദുവിൻ്റെ എഡിറ്റോറിയൽ, ഇന്ത്യൻ എക്സ്പ്രസ്, ബിസിനസ് ലൈൻ്റെ എക്കണോമി ന്യൂസുകൾ, PIBയുടെ പ്രധാനപ്പെട്ട ഡൗൺ ടു എർത്ത് എൻവയോൺമെന്റ്, പ്രധാനമായിട്ടും UPSCക്ക് വരുന്ന മേജർ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ കവേർഡ് ആണ് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലാസ്സിനെ 5-6 ഭാഗമായിട്ടാണ് മാറ്റിയിരിക്കുന്നത്. ഒന്ന് എൻവയോൺമെന്റ് മാത്രം, 2 എക്കോണമി, അതേപോലെ 3 പൊളിറ്റി ആൻഡ് ഗവേണൻസിന് വേണ്ടിയുള്ള ആ ഒരു ഏരിയാസ്, 5 എൻവയോൺമെന്റ്, എക്കോണമി, പൊളിറ്റി, ഇന്റർനാഷണൽ റിലേഷൻസിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം മാറ്റിയിട്ടുണ്ട്. പിന്നെ 5 ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ജോഗ്രഫി, ഹിസ്റ്ററി, ഗവൺമെന്റ് സ്കീംസ്, പ്ലേസസ്, പീപ്പിൾ, അങ്ങനത്തെ കുറച്ച്. അപ്പോൾ ഇത് പിന്നെ അവസാനമായിട്ട് സയൻസ് ആൻഡ് ടെക്നോളജി മറന്നുപോയി. അപ്പോൾ ഒരു 6 മേജർ ടോപ്പിക്കുകളിലാണ് നമ്മുടെ ഈ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ കംപ്ലീറ്റ്ലി ഉണ്ടാവുക. സോ ലാസ്റ്റ് മിനിറ്റ് പഠിക്കാൻ ഡിഫിക്കൽട്ട് ആണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ ത്രൂ ഓൾ ഓഫ് ദിസ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ലീപ്പിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇന്നത്തെ ക്ലാസ്സിൽ വാട്ട് വി ആർ ഡിസ്കസിങ് ഹിയർ, യു ക്യാൻ ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുറേ ടോപ്പിക്കുകളുണ്ട്. ഉദാഹരണത്തിന് കോൺട്രിബ്യൂഷൻസ് ഓഫ് ട്രൈബ്, ഡിഫറെൻറ്റ് ട്രൈബൽ ഗ്രൂപ്പ്സ് ഇൻ ഇന്ത്യ, MCQ ക്വസ്റ്റ്യൻസിന് ചോദിക്കാനുണ്ട്. അപ്പോൾ അതിൽ ഓരോ ട്രൈബൽ ഗ്രൂപ്പ്സ് എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യണം. ആൻഡ് ദ റെഡ് കൊളോബസ് മങ്കി, ബയോഡൈവേഴ്സിറ്റി ആംഗിളിൽ, പിന്നെ വാട്ട് ഈസ് ATCM, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ്. UPSCയുടെ PYQ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം ട്രെൻഡുകൾ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. ആൻഡ് വാട്ട് ഈസ് ദി അന്റാർട്ടിക് ട്രീറ്റി, വിച്ച് ആർ ദ കൺട്രീസ് ആർ എ പാർട്ട് ഓഫ് ദിസ്, ആൻഡ് വാട്ട് ഈസ് ദ മൈത്രി സ്റ്റേഷൻ ഓഫ് ഇന്ത്യ, ആൻഡ് ഇന്ത്യ ഈസ് പ്ലാനിങ് ടു കൺസ്ട്രക്ട് അനദർ മൈത്രി സ്റ്റേഷൻ ബൈ 29. അപ്പോൾ അതിന് എന്ത് ട്രീറ്റ് റാറ്റിഫൈ ചെയ്യേണ്ടി വരും. ആൻഡ് വാട്ട് ഈസ് ഓലിയാണ്ടർ ഫ്ലവേഴ്സ്, നമ്മുടെ അരളി അമ്പലത്തിൽ ഇത് പ്രസാദമായി എടുത്ത് മരിച്ച ഒരു കേസ് ഉള്ളപ്പോൾ എങ്ങനെയാണ് ഇത് ഓലിയാണ്ടർ എന്ന് പറയുന്ന ഫ്ലവർ. അതേപോലെ വാട്ട് ഈസ് കാസ, 2024 ഹെഡ് ഓഫ് സ്റ്റേറ്റ്, ദ സമ്മിറ്റ് കോൾഡ് ദ കവാങ്കോ സാംബേസി ട്രാൻസ് ഫ്രോണ്ടിയർ കൺസർവേഷൻ ഏരിയ ആണ് കാസ TFC എന്ന് പറയുന്നത്. എന്താണ് അപ്പോൾ എന്താണ് കവാങ്കോ സാംബേസി, ഈ മീറ്റിംഗ് നടന്നത് എന്തിനാണ്, അതേപോലെ എന്താണ് സൈറ്റ്സ്, പല പ്രാവശ്യം UPSCയുടെ PYQ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. വാട്ട് ഈസ് സൈറ്റ്സ്, എ കൺവെൻഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓഫ് വൈൽഡ് ലൈഫ്, ഫോണ ആൻഡ് ഫ്ലോറ. സോ വാട്ട് എക്സാക്ട്ലി ഈസ് ദാറ്റ്. അതേപോലെ കൊതുകിന്റെ കാര്യം യൂറോപ്യൻ യൂണിയൻ നോട്ടീസ് ഇറക്കിയിരുന്നു. ഈഡിസ് ആൽബോപിക്ടസ് മോസ്കിറ്റോ ആണ്. ഈഡിസ് ഈജിപ്റ്റി കമ്പാരിസൺ എന്താണ്, അപ്പോൾ എന്താണ് ഈഡിസ് ആൽബോപിക്ടസ്. അതേപോലെ എന്താണ് വെറ്റ്ലൻഡ്സ്, നമുക്കറിയാം റാംസർ സൈറ്റ് ഒക്കെ. എന്താണ് കൺസ്ട്രക്റ്റഡ് വെറ്റ്ലൻഡ്സ്, വിച്ച് മീൻസ് എൻ ആർട്ടിഫിഷ്യൽ വെറ്റ്ലൻഡ്, ഇതൊക്കെ UPSCയുടെ ചോദിക്കാൻ സാധ്യതയുള്ള. സോ ഇത്രയും ഏരിയാസ് ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ എൻവയോൺമെന്റ് കറണ്ട് അഫയേഴ്സിന്റെ 20ാമത്തെ ക്ലാസ്സും എൻവയോൺമെന്റിന്റെ ലീപ്പിലെ ആദ്യത്തെ ക്ലാസ്സുമാണ്. ലീപ്പിന്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. സോ ലെറ്റ്സ് ഗോ ഇൻ ടു ദ ഇമ്പോർട്ടൻറ്റ് കോണ്ടന്റ്. ലെറ്റ് സ്റ്റാർട്ട് ഓഫ്. ഫസ്റ്റ് ടോപ്പിക്, സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ ബൈ ട്രൈബൽ കമ്മ്യൂണിറ്റീസ്. കാരണം ഇന്ത്യൻ പ്രസിഡന്റ് തന്നെ ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെ കുറിച്ച് പഠിക്കണമെന്ന് പറയാൻ കാരണം ട്രൈബൽ കമ്മ്യൂണിറ്റീസിന് കൂടെ മാത്രമല്ല, ഇതിനെ എൻവയോൺമെന്റ് ആയിട്ട്, എക്കോസിസ്റ്റം ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് ഈവൻ ദി ഇന്ത്യൻ പ്രസിഡന്റ് ഹാസ് ക്രിയേറ്റഡ് ഒരു ഇമ്പോർട്ടൻറ്റ് ഡിസ്കഷൻ ക്രിയേറ്റ് ചെയ്തതാണ്. അതായത് പറയുന്നത് ഈ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് എല്ലാം ഹിസ്റ്റോറിക്കലി പഴയ കാലം തൊട്ടേ, സിൻസ് ഹിസ്റ്റോറിക് ടൈം, ദേ ഹാവ് ബീൻ പ്രിസർവിങ് എക്കോസിസ്റ്റം ആൻഡ് എൻവയോൺമെന്റ് ഇൻ ദ മോസ്റ്റ് പ്രിസ്റ്റീൻ മാനർ എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റും,
പണ്ട് തൊട്ടേ എക്കോസിസ്റ്റത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് വന്നിട്ടുള്ള കുറെ വിഭാഗമാണ് ഇന്ത്യയിലെ ട്രൈബൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ട്രൈബൽ കമ്മ്യൂണിറ്റി അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഇവരെങ്ങനെയാണ് എൻവയോൺമെന്റിനെ പ്രിസർവ് ചെയ്യുന്നതെന്നുള്ളതും കൂടെ പഠിച്ചാൽ ഈ ഏരിയ എങ്ങനെയെന്നതിനെക്കാട്ടും കൂടുതൽ ഇതിന്റെ MCQ ലെവൽ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. യു ക്യാൻ ആക്ച്വലി മാച്ച് ദിസ്. MCQ ഇന്ന ട്രൈബുകൾ ഇന്ന സ്റ്റേറ്റിലെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ഏറ്റവും ഡിഫിക്കൽട്ടാണ് നോർത്ത് ഈസ്റ്റേൺ ട്രൈബുകളെ. കാരണം അത്രയ്ക്കധികം ട്രൈബുകൾ നോർത്ത് ഈസ്റ്റിലുണ്ട്, നമുക്ക് എല്ലാം വേർതിരിച്ചറിയാൻ പറ്റില്ല. പക്ഷെ പ്രധാനമായിട്ടും നോർത്ത് ഈസ്റ്റിലെ ചില ട്രൈബ്സ് ന്യൂസിൽ വന്നതുകൊണ്ട് തന്നെ മാച്ച് ദ ഫോളോയിങ്ങിൽ വിച്ച് ഓഫ് ദം ആർ കറക്റ്റ്ലി മാച്ച് എന്ന് ചോദിച്ചാൽ യു ഹാവ് എ ചാൻസ്. അതിനു വേണ്ടിയാണ് നമ്മളിത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ടത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ഇമ്പോർട്ടൻറ്റ് ട്രൈബ്സ് ഏതൊക്കെയാണെന്നുള്ളതും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം റാൻഡംലി. ആൻഡ് ദ ഫസ്റ്റ് വൺ, ഇതിൽ കുറച്ച് 3 പ്രധാനപ്പെട്ട, ഒന്ന് അപ്റ്റാനി ട്രൈബ്സ്. ദർ വെരി പോപ്പുലർ, ന്യൂസിൽ എപ്പോഴും വരുന്നതാണ് ഇൻ ഏരിയാസ് ലൈക്ക് ദ സീറോ വാലി. സോ ഇത് എൻവയോൺമെന്റ് ആണെങ്കിലും ഒരു ജോഗ്രഫി ആംഗിളും കൂടെ ഇതിനകത്ത് കണ്ട് ഈ സ്ഥലങ്ങളും ട്രൈബൽസിന്റെ പേരും നമുക്ക് ഓർക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലതാണ്. സോ സീറോ വാലി അരുണാചൽ പ്രദേശിലാണ്. ദേ ആർ നോൺ ഫോർ സസ്റ്റൈനബിൾ വെറ്റ് റൈസ് കൾട്ടിവേഷൻ. സോ അപ്റ്റാനി എന്ന് പറയുന്ന ട്രൈബ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ സീറോ വാലി എന്ന് കേൾക്കുമ്പോൾ തന്നെ സൈറോ അല്ലെങ്കിൽ അരുണാചൽ പ്രദേശ് എന്നുള്ളത് അപ്പോൾ തന്നെ മനസ്സിൽ വരണം. സോ ഇവർ കൂടുതൽ വെറ്റ് റൈസ് കൾട്ടിവേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരാണ്. 2 കഡാർ. ഇതിന്റെ പ്രൊണൗൺസിയേഷനൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല, ഇനി തമിഴ് ആൾക്കാർ ഇത് എങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യാന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവരും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന് വേണ്ടി ഓൺലി ഫ്രം ദ മെച്ചുവർ സ്റ്റെം ഓഫ് ദ പ്ലാന്റ് വിച്ച് ആർ ദെൻ കട്ട് ആൻഡ് റീപ്ലാന്റഡ് ഫോർ ഫ്യൂച്ചർ ഹാർവെസ്റ്റ്. കണ്ടോ, ഈ ദേ പ്ലക്ക് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഓൺലി ഫ്രം ദ മെച്ചുവർ സ്റ്റെംസ്. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഓഫ് ദ പ്ലാന്റ് വിച്ച് ആർ ദെൻ കട്ട് ആൻഡ് റീപ്ലാന്റഡ് ഫോർ ഫ്യൂച്ചർ ഹാർവെസ്റ്റ്. നല്ല കാര്യമാണ്. അപ്പോൾ ഇതും കണ്ടോ എങ്ങനെയാണ്. സോ ഈ ആർട്ടിക്കിൾ മൊത്തം ഡ്വെൽവ് ചെയ്യുന്ന എന്താണ്, എങ്ങനെയാണ് ഇന്ത്യയിലെ ഓരോ പ്രധാനപ്പെട്ട ട്രൈബൽസും എങ്ങനെ എക്കോസിസ്റ്റത്തിനെ പ്രിസർവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ കാണിക്കുന്നത്. ദെൻ ദി ഇരുളാസ്, മുതുവാസ്, മലയാള, സൗത്ത് ഇന്ത്യയിലെ കേരളത്തിലൊക്കെ ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ട്രൈബ്സ് ആണ്. ദേ പ്രാക്ടീസ് മിക്സഡ് ക്രോപ്പിംഗ് സിസ്റ്റം. മിക്സഡ് ക്രോപ്പിംഗ് നമുക്കറിയാം, സെവറൽ ക്രോപ്സ് ഒരു സ്പെസിഫിക് ഏരിയയിൽ, ഒരു പർട്ടിക്കുലർ ഏരിയയിൽ പല ടൈപ്പ് ഓഫ് ക്രോപ്സ് ഇതിനകത്ത് കൾട്ടിവേറ്റ് ചെയ്യുന്നതാണ്. ഇറ്റ്സ് കോൾഡ് മിക്സഡ് ക്രോപ്പിംഗ്. അപ്പോൾ ട്രൈബൽസ് എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ട്രൈബൽസ് എല്ലാം കണ്ടോ, വാട്ടർ ടേബിൾ, സോയിൽ ന്യൂട്രിയൻസ്, സോയിൽ എറോഷൻ, ഇതൊക്കെ പ്രിവെന്റ് ചെയ്യാനും മൊത്തത്തിൽ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇത് മെയിൻസിന്റെ ആൻസർ ആയിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഇത്രയും ട്രൈബുകൾ നമ്മൾ ഒന്ന് പഠിച്ചു. അപ്താനി, കഡാർ ഫോർ തമിഴ്നാട് ആൻഡ് സൗത്ത് ഇന്ത്യയിലെ ബാക്കിയുള്ള ഇരുളാസ്, മുതുവ, മലയാള എന്നൊക്കെ പറയുന്ന മറ്റു പ്രധാനപ്പെട്ട ട്രൈബുകളെ കുറിച്ച് നമ്മൾ നോക്കി. ആൻഡ് ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഇസ് ഗോണ്ട്, പ്രധാൻ ആൻഡ് ബൈഗ. ഇതിൽ ഗോണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ദ ഗോൺസ് ട്രൈബ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പ്രധാൻ ആൻഡ് ബൈഗ എന്നുള്ളതും മേ ബി മധ്യപ്രദേശിലെ പ്രധാനപ്പെട്ട ട്രൈബൽസ് ആണ് ഗോണ്ട്, പ്രധാൻ ആൻഡ് ബൈഗ. ഈ പേരുകൾ മാച്ച് ദ ഫോളോയിങ് ഓർത്ത് വെക്കുക. ആൻഡ് ദേ ഡു സംതിങ് കോൾഡ് ആസ് എൻ ഉട്ടേറ ഫാർമിംഗ്. സോ ദിസ് ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ദിസ് കെയിം ഇൻ ദ കറണ്ട് അഫയർ ന്യൂസ്. സോ പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചോദിക്കുകയാണ് എന്താണ് ഉട്ടേറ ഫാർമിംഗ് എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് വെരി സിമ്പിൾ. ഓൾറെഡി നമ്മളൊരു ക്രോപ്പ് ഹാർവെസ്റ്റ് ചെയ്യുന്നുണ്ട്. So it is a method where the next seeds are sown in paddy fields before the primary crops are harvested. അതായത് ഓൾറെഡി നമുക്കൊരു ക്രോപ്പ് ഹാർവെസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിൽ ഓൾറെഡി വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഹാർവെസ്റ്റ് ചെയ്യുന്ന ക്രോപ്പ് ഹാർവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ വേറൊരു ക്രോപ്പും കൂടെ നമ്മൾ കൃത്യമായിട്ട് ഇതിനകത്ത് സോ ചെയ്യുകയാണെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ മേക്ക് യൂസ് ഓഫ് ദ എക്സിസ്റ്റിംഗ് മോയ്സ്ചർ ഫ്രം ദ സോയിൽ ബിഫോർ ദ ലാൻഡ് ഡ്രൈസ് അപ്പ്. അത് ഡ്രൈ ആവുന്നതിന് മുന്നേ തന്നെ അതിലുള്ള വെള്ളം പുതിയ, ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഓൾറെഡി ഹാർവെസ്റ്റിന് വെയിറ്റ് ചെയ്യാണ്. വൈ എന്ന് പറയുന്ന കുറേ വൈ ടൈപ്പ് ഓഫ് ക്രോപ്സ് അവിടെ നടുമ്പോൾ എക്സിന് വേണ്ടിയുള്ള വെള്ളം അതിന് എടുക്കാൻ പറ്റുമ്പോൾ അതിൻ്റെ മോയ്സ്ചർ എടുക്കുമ്പോൾ ഇറ്റ്സ് എ ഗുഡ് തിങ്. എഫിഷ്യൻറ്റ് യൂസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എൻ എഫിഷ്യൻറ്റ് യൂസ്. സോ ദിസ് ഇസ് കോൾഡ് ഉട്ടേറ ഫാർമിംഗ്. വെരി വെരി ഗുഡ്. സോ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാം, ഓർത്ത് വയ്ക്കാം. അടുത്ത 2 ട്രൈബുകളുടെ പേര് വോൺചോ ആൻഡ് നോക്ടെ. സോ കേൾക്കുമ്പോൾ തന്നെ അറിയാം അരുണാചൽ പ്രദേശിലെ ട്രൈബുകളാണ് നമ്മൾ ഇന്നെല്ലാം പഠിച്ചത്. അപ്റ്റാനി, വാൻചോ, നോക്ടെ. ഇത് സ്ട്രീംസിൽ ബാംബു സ്റ്റോൺ സ്ക്വയർ ഒക്കെ വെച്ചിട്ട് ഇവരൊരു കംപ്ലീറ്റ്ലി ഒരു ഒബ്സ്ട്രക്ഷൻ പോലെ ക്രിയേറ്റ് ചെയ്യും. ഇത് വെച്ചിട്ട് ഇവർ മെയിൻലി എന്താണെന്ന് വെച്ചാൽ ഒരു ഫിഷ് ട്രാപ്പ് ചെയ്യാണ്. മീൻ പിടിക്കുന്ന മറ്റൊരു ടെക്നിക്കായിട്ടാണ് ഇവർ കാണുന്നത്, വാൻചോ ആൻഡ് നോക്ടെ. എന്നിട്ട് ഇവർ ആൾക്കാരിൽ എമംഗ് ദ കമ്മ്യൂണിറ്റി നോൺ ആസ് ഭെട്ട എന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ കമ്മ്യൂണിറ്റിയിൽ പിടിച്ച മീനും ഇതൊക്കെ കമ്മ്യൂണിറ്റിയുടെ ഇതിനു വേണ്ടി ഷെയർ ചെയ്യുന്നു എന്നുള്ളതാണ്. സോ വാൻചോ ആൻഡ് നോക്ടെ ആർ വെരി ഇമ്പോർട്ടൻറ്റ്. അതേപോലെ തന്നെ അഡി ആൻഡ് ഗലോ, ഇതും അരുണാചൽ പ്രദേശിലെ ട്രൈബ്സ് തന്നെയാണ്. വാങ്ചോ, നോക്ടെ, അഡി, ഗലോ, ഇതും ഫിഷിംഗ് ടെക്നിക്കാണ്. ലൈപ്പം ഫിഷിംഗ് ടെക്നിക്.
ബാംബു ബാസ്കറ്റ്സ്, നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ബാംബു ബാസ്കറ്റ്സ് lined with seaweeds are constructed and placed at the bottom of the streams. The seaweeds attract small insects which in turn the ഈ ഒരു കൊട്ട പോലത്തെ ഒരു ബാസ്ക്കറ്റ് പോലത്തെ ഒരു സാധനം അവിടെ വെക്കും. ഇതിൽ സീവീഡ്സ് ഉണ്ടാവും, ഇതിൽ ഇൻസെക്ട്സ് വന്നിരിക്കും. ഈ ഇൻസെക്ട്സ് വരുന്ന സമയത്ത് ഫിഷസ് ഇത് കണ്ട് അട്രാക്റ്റഡ് ആയിട്ട് ഇതിനകത്ത് കുടുങ്ങും. സോ അതാണ് ഒരു തരത്തിൽ അടി ആൻഡ് ഗാലോ എന്ന് പറയുന്നത്. സോ ഇത് ഒരു ടൈപ്പ് ഓഫ് ടെക്നിക്കാണ്. ഇറ്റ്സ് കോൾഡ് ദ ലൈപ്പം ഫിഷിംഗ് ടെക്നിക്. ദിസ് ഈസ് ഓൾസോ ഫ്രം അരുണാചൽ പ്രദേശ്, സംതിങ് ദാറ്റ് യു ക്യാൻ റിമെമ്പർ. ആൻഡ് വാട്ട് ഈസ് ഗരാസിയ? Garasia are a tribal groups known to have extensive knowledge about ethnomedicinal plants. IUCN Red ലിസ്റ്റിലുള്ള threatened സ്പീഷീസിലുള്ള ഒരുപാട് എത്നോമെഡിസിനൽ പ്ലാന്റ്സിനെ കുറിച്ച് അറിവുള്ളതാണ് ഗരാസിയ എന്ന് പറയുന്ന ഒരു ട്രൈബ് എന്ന് രാജസ്ഥാനിൽ ഇതിൽ കാണുന്ന പോലെ. സോ അവരിത് പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ രാജസ്ഥാനിലുള്ള ഗരാസിയ എന്നുള്ളതും ഓർമ്മ വന്നിട്ടുണ്ടാവും. സോ അടി ഗാലോ ഫ്രം ആൻഡ് ഓൾസോ ഭോട്ടിയാസ്. ദ ഭോത്തിയാസ് ഇത് NCERT ഉള്ളതാണ്, സെൻട്രൽ ഹിമാലയത്തിലുള്ളതാണ്. Collection of medicinal plants by inspecting mature to the leaves to prevent over harvesting. ഇവർ ബോട്ടിയാസ് ഓഫ് സെൻട്രൽ ഹിമാലയാസ് ആണ് ഇതിനകത്ത് വരുന്നത്. ആൻഡ് ദെൻ ഇതിനകത്ത് നമ്മൾ മുന്നേ പഠിച്ചത് അടി ആൻഡ് ഗലോ എന്ന് പറയുന്ന പോലെ തന്നെ ദി അതി ട്രൈബ്സ് ഇവരെന്താന്ന് വെച്ചാൽ ദേ എംപ്ലോയ് ടോട്ടം ആൻഡ് റിലീജിയസ് ബിലീവ്സ് ദാറ്റ് റെസ്ട്രിക്ട്സ് ദ കള്ളിംഗ് ഓഫ് ആനിമൽസ് ആൻഡ് സർട്ടൻ പ്ലാന്റ്സ്. ഈ ടോട്ടം എന്ന് പറയുന്ന തന്നെ ഏതെങ്കിലും ഒരു സംഭവത്തിനെ റെവറൻസോടെ കാണുക അല്ലെങ്കിൽ പ്രാർത്ഥന ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സംഭവമായിട്ടാണ് ഇത് കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ അരുണാചൽ പ്രദേശിലെ ടൈഗർ, സ്പാരോസ്, പാങ്കുലിൻസ് ആർ ബിലീവ് ടു ബി വെൽ വിഷേഴ്സ് ഓഫ് ഹ്യൂമൻ കൈൻഡ്സ് ആൻഡ് ഹെൻസ് ആർ നോട്ട് ഹണ്ടഡ്. ദേ ആർ നോട്ട് ഹണ്ടഡ്. ഇതിനെ അറ്റാക്ക് ചെയ്യുന്നില്ല. അതാണ് എപ്പോഴും ട്രൈബൽ വിഭാഗക്കാർക്ക് എപ്പോഴും ഇങ്ങനത്തെ ഒരു ഇതുണ്ട്. അതായത് നമ്മളിത് പ്രാർത്ഥിക്കാനുള്ളതാണ് അല്ലെങ്കിൽ നമുക്കിത് വിശ്വസിക്കാനുള്ളതുണ്ട്. അതുകൊണ്ട് ആ ട്രൈബ്സിന് ടോട്ടം ബിലീവ്സ് ഉണ്ട്. ദേ ആർ കോൾഡ് ടോട്ടം. എന്തെങ്കിലും ഒരു പ്രാർത്ഥന പോലെ ഉപയോഗിക്കുന്നതാണ് അടി ഓഫ് അരുണാചൽ പ്രദേശ്. അതേപോലെ തന്നെ ദർ ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് കോൾഡ് അക്കാസ്, മൗണ്ട് വോജോ ഫു. ഇതെല്ലാം കറണ്ട് അഫയർ. ഇതൊക്കെ മാച്ച് ദ ഫോളോയിങ്ങിന് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്തായാലും നോർത്ത് ഈസ്റ്റ് പോയി ട്രൈബ്സ് പഠിക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഇതെല്ലാം പെട്ടെന്ന് പറയുന്നത്. മൗണ്ട് വോജോ ഫു ഇസ് എ സീക്രട്ട് മൗണ്ടൻ ഫോർ ദി അക്കാസ്. അരുണാചൽ പ്രദേശിൽ തന്നെയാണ് മൗണ്ട് അക്കാസ്. അതുകൊണ്ട് തന്നെ മൗണ്ടനെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് ഓർത്ത് വെക്കുക, മൗണ്ട് വോജോ ഫു ഓർ അക്കാസ്. നെക്സ്റ്റ് ഇസ് ദി അങ്കാമി. It is actually in the Konoma village in Nagaland. So it also happens to be India's first green village, which is managed by the Angami tribe. So ആദ്യത്തെ ഗ്രീൻ വില്ലേജിനെ കുറിച്ച് റെഫറൻസ് ഉണ്ട്. അങ്കാമി, ഇതെല്ലാം ഇത്ര നേരം പഠിച്ചതെല്ലാം അരുണാചൽ പ്രദേശ് ആയിരുന്നു. അങ്കാമി ട്രൈബ് ഇസ് ഇൻ നാഗാലാൻഡ്. അതും കൂടെ ഇതിനകത്ത് നമുക്ക് ഓർത്ത് വെക്കാവുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങളിൽ നമ്മൾ ഓൾമോസ്റ്റ് പല ടൈപ്പ് ഓഫ് ഭോട്ടിയാസ്, അടി ട്രൈബ്, അതി ആൻഡ് ഗാലോ, ഗരാസിയ ആൻഡ് രാജസ്ഥാൻ, ഗോണ്ട് പ്രധാൻ ആൻഡ് ബൈഗ ഓഫ് മധ്യപ്രദേശ്, ഉട്ടേര ഫാർമിംഗ്, അതേപോലെ അപ്റ്റാനി, കദാർസ്, ഇരുവാസ്, മുതവാസ്, മലയാള, പല ടൈപ്പിൽ ഏറ്റവും കൂടുതൽ നോർത്ത് ഈസ്റ്റിലെ അരുണാചൽ പ്രദേശിലെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിൽ ഡിസ്കസ് ചെയ്തത്. ആൻഡ് അതിൽ നമ്മൾക്ക് ഭോട്ടിയാസ് എല്ലാം സെൻട്രൽ ഹിമാലയസിലെ കുറച്ച് സംഭവങ്ങളും കൂടെ ഡിസ്കസ് ചെയ്തു. സോ ഈ ട്രൈബ്സിൻ്റെ പേരുകൾ മാച്ച് ദ ഫോളോയിങ്ങിന് നമുക്കൊരു റിക്കലക്ഷൻ റേറ്റും കൂടെ കണക്കാക്കി നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റിയലി ഗുഡ്. അങ്ങനെ ഓർക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നല്ലതാണ്. നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് ഇത് ഓർത്ത് വെക്കാൻ പറ്റുന്നില്ലേ. സോ നെക്സ്റ്റ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇസ് റെഡ് കൊളംബസ് മങ്കി. ആൻഡ് ഇത് പഠിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ. മങ്കി അല്ലെങ്കിൽ ഏപ്പ് എന്ന് പറയുന്നത്, ഏപ്പ് ഹാപ്പൻസ് ടു ബി UPSC's ഫേവറേറ്റ് ഏരിയ. മങ്കീനെ കുറിച്ച് നിങ്ങൾ PYQ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല പ്രാവശ്യവും ഇൻഡയറക്ട്ലി ഏപ്പ്, ഗൊറില്ല, ചിമ്പാൻസി, ഒറാങ്കുട്ടൻ, സിൽവർ ബാക്ക്, അങ്ങനെ പല രീതിയിൽ പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും, ലങ്കൂർ, ലൈൻ ടെയിൽ, മക്കാക്ക്, മങ്കി ടൈപ്പ് UPSCയുടെ ഒരു ഫേവറേറ്റ് ഏരിയ ആണ്. ആൻഡ് ഇഫ് യു കെയർഫുള്ളി അനലൈസ് ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ യു വിൽ റിയലി ഫൈൻഡ് ദിസ് ട്രെൻഡ്. സോ അതുകൊണ്ടാണ് ഇതിൽ കറണ്ട് അഫയേഴ്സിൽ വന്നതാണ് റെഡ് കൊളംബസ് മങ്കി. ഇതിനെ കാണുമ്പോൾ തന്നെ കണ്ടില്ലേ, ജീനസ് Pileocolobus, which is consist of 18 different species found across Africa. So ഇത് ഇന്ത്യയിൽ റെഡ് കൊളംബസ് മങ്കി ഉണ്ടോ? പ്രിലിംസിൽ സ്റ്റേറ്റ്മെന്റ് വരെയാണ് റെഡ് കൊളംബസ് മങ്കി is found in India. That is false. This is in Africa. ഇവരുടെ റെഡിഷ് ബ്രൗൺ കോട്ട്സ് ആണ്, കണ്ടോ? ഈ ദേഹത്ത് കാണുന്ന ഒരു ഗോൾഡൻ കളർ അല്ലെങ്കിൽ റെഡിഷ് ബ്രൗൺ കളർ ഒരു ഡ്രസ്സല്ല, അതിൻ്റെ ഒരു ഇതാണ് അതിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഇതും വളരെ ന്യൂസ് എന്ന് പറഞ്ഞാൽ എൻഡേഞ്ചർഡ് പ്രൈമേറ്റ്സ് ആണ്. ബേസിക്കലി ദേ ആർ നോൺ ഫോർ ദി ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ ആൻഡ് ഹണ്ടിങ്. അതുകൊണ്ട് അപ്പോൾ റെഡ് കൊളംബസ് മങ്കിയെ കുറിച്ചിട്ട് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നമുക്കൊന്ന് ഓടിച്ചു നോക്കാം പരീക്ഷയ്ക്ക്. They are arboreal primates, very important previous year question paper.
So there was another question when they asked what are called arboreal primates എന്ന് ചോദ്യം ഉണ്ടായിരുന്നു. അതായത് മരത്തിൽ താമസിക്കുന്ന ട്രീ ഡ്വെല്ലിംഗ് ആയിട്ടുള്ള അനിമൽസ് അല്ലെങ്കിൽ പ്രൈമേറ്റ്സിനെയാണ് ആർബോറിയൽ. മരത്തിൽ എപ്പോഴും ആർബോറിയൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും മരത്തിലുള്ള അനിമൽസ് എന്ന് വിചാരിച്ചാൽ മതി. ട്രീ ഡ്വെല്ലേഴ്സ് ദേ ഫൗണ്ട് ഇൻ ദ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് അക്രോസ് ആഫ്രിക്ക. ആഫ്രിക്കയിൽ കണ്ടോ, വെസ്റ്റ് ആഫ്രിക്ക, ഗിനിയ, സിയറാലിയോൺ, ലൈബീരിയ, ഐവറി കോസ്റ്റ്, കോങ്കോ, ഉഗാണ്ട, തൻസാനിയ, സാൻസിബാർ, കെന്യ, ഐലൻഡ് ഹാബിറ്റാറ്റ്സ്. സോ സാൻസിബാറിലാണ് റെഡ് കൊളോബിമിസ് എൻഡമിക് ടു സാൻസിബാർ. ഒരുപാട് നമുക്ക് സാൻസിബാർ എന്ന് പറയുന്ന സ്ഥലത്ത് കാണാൻ പറ്റും. സോ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലില്ല. അവർ റെയിൻ ഫോറസ്റ്റ്, മാൻഗ്രോവ്സ്, സ്വാമ്പ്, അങ്ങനെ പല ടൈപ്പ് ഓഫ് എൻവയോൺമെന്റ്സിലും നമുക്ക് റെഡ് കൊളോബസ് മങ്കീനെ കാണാൻ പറ്റും. സോ റിമെമ്പർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോണ്ടന്റ് ഓഫ് ദിസ് ടൈം. ദേ ആർ ആർബോറിയൽ പ്രൈമേറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അവര് മരത്തിൽ എപ്പോഴും കാണപ്പെടും എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത്. സോ ഗെറ്റ് ദിസ് ഐഡിയ. ആർബോറിയൽ ആണ്, ലൊക്കേറ്റ് ചെയ്യപ്പെടുന്ന സ്ഥലവും നമ്മൾ നോക്കിയിട്ടുണ്ട്. സോ യു ഹാവ് എൻ ഐഡിയ അബൌട്ട് ദ പ്ലേസ്. ആൻഡ് നെക്സ്റ്റ് ഇസ് റിഗാർഡിംഗ് ദി പ്രെഡേറ്റേഴ്സ്. ഇതിന് ഏറ്റവും വലിയ ത്രെറ്റ് എന്താണെന്നാണ്. ഒബ്വിയസ്ലി ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ത്രെറ്റ് എന്ന് പറയുമ്പോൾ മനുഷ്യൻ തന്നെയാണ് ഏറ്റവും വലിയ ത്രെറ്റ് എന്ന് പറയുന്നത്. അപ്പാർട്ട് ഫ്രം ഹ്യൂമൻസ്, വാട്ട് ആർ ദി അതർ ഇമ്പോർട്ടൻറ്റ് തിങ്സ്? ചെക്ക് ഔട്ട് നാച്ചുറൽ പ്രെഡേറ്റേഴ്സ്. ഒരുപാട് നാച്ചുറൽ പ്രെഡേറ്റേഴ്സ് ഉണ്ട്. മറ്റ് ആനിമൽസ് ആകാം, ലെപ്പേർഡ്സ്, ഈഗിൾസ് ഒക്കെ വലിയൊരു പ്രെഡേറ്റർ ആണ്. സംഭവം മങ്കി ആണെങ്കിലും ഈഗിൾ പോസസ് ആസ് എ ബിഗ് പ്രെഡേറ്റർ. ആൻഡ് ഓൾസോ ലുക്ക് അറ്റ് ഹിയർ, ദർ ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ്, ചിമ്പാൻസി. ഈ ചിമ്പാൻസി ഭയങ്കര പ്രശ്നം. അപ്പോൾ ഒരു മങ്കി, ഒരു ഏപ്പോ അല്ലെങ്കിൽ ഒരു മങ്കി പോലത്തെ ഒരു സ്പീഷിയിലെ ഒരു സംഭവം മറ്റൊരു സംഭവത്തിനെ അറ്റാക്ക് ചെയ്ത് കൊല്ലുമോ? സോ ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ചിമ്പാൻസി ഇസ് പെർട്ടിക്കുലർലി അഗ്രസീവ് ടുവേർഡ്സ് റെഡ് കൊളോബസ് ഇൻ സം റീജിയൻ. അത് ഒരു പ്രധാന സംഭവമാണ്. അടുത്ത പടം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ചിംപ് ഫീസ്റ്റിംഗ് ഓൺ എ മങ്കി. കണ്ടോ, ഒരു ചിമ്പാൻസി ഒരു റെഡ് കൊളോബസ് മങ്കീനെ തിന്നുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരേ സ്പീഷി എന്നല്ല, ഒരു ടൈപ്പ് ഓഫ് മങ്കി അല്ലെങ്കിൽ വേറൊരു മങ്കീനെ കൊല്ലും എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ചിംപ് ഫീസ്റ്റിംഗ് ഓൺ മങ്കി. പരീക്ഷയ്ക്ക് ചോദിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ചീറ്റാസ് കാനോട്ട് റോർ എന്നൊക്കെ ചോദിച്ച പോലെ ഐ വാണ്ടഡ് ടു ഗിവ് യു ആൻ ഐഡിയ ഓൺ ദാറ്റ്. ഇനി ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ത്രെറ്റ്സ്, മനുഷ്യനെ കൊണ്ടുള്ള ശല്യങ്ങൾ എന്തൊക്കെയാണ്? അതിപ്പോൾ എല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഡിഫോറസ്റ്റേഷൻ, അതിൻ്റെ ഹാബിറ്റായിട്ട് നശിപ്പിക്കുന്നു. നമ്മൾ അഗ്രികൾച്ചറും ലോഗിങ്ങും വീടൊക്കെ ഉണ്ടാക്കുന്തോറും അവരുടെ സ്പേസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ദാറ്റ് ഈസ് ക്ലിയർ. പിന്നെ ഹണ്ടിങ്, ബുഷ് മീറ്റ് ട്രേഡ്, ട്രഡീഷണൽ മെഡിസിൻ യൂസിനൊക്കെ ഈ കുരങ്ങനെയൊക്കെ കൊല്ലാറുണ്ട്. ഇതിൻ്റെ കുരങ്ങനെ കൊന്നിട്ട് മെഡിസിൻ യൂസ് ഉണ്ടെന്ന് പറഞ്ഞ് കൊല്ലാറുണ്ട്. പിന്നെ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ പ്രശ്നമുണ്ട്. പെറ്റ് ട്രേഡ്, അതൊരു പ്രശ്നമാണ്. പെറ്റ് ട്രേഡ് എന്ന് പറയുന്നത് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് ചെയ്യാന്നുള്ളത്. അപ്പം ഇതൊക്കെ ഹ്യൂമൻ ഇൻഡ്യൂസ് ത്രെറ്റ്സിൻ്റെ ഭാഗമാണ് എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക. സോ ദിസ് ഈസ് അബൌട്ട് ദ റെഡ് കൊളോബസ് മങ്കി. ഇനി അടുത്ത പ്രധാനപ്പെട്ട ടോപ്പിക് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതും, here we have to discuss about the 46th Antarctic Treaty Consultative Meeting which is called ATCM. ഇങ്ങനൊരു മീറ്റിംഗ് നടക്കുമ്പോൾ നമ്മളത് മനസ്സിലാക്കേണ്ട കാര്യം, എന്തിനാണ് ഇങ്ങനൊരു മീറ്റിംഗ് നടക്കുന്നത്? ATCM ഏറ്റവും രസം തന്നത്, ദിസ് ഹാപ്പൻഡ് ഇൻ കൊച്ചി. ജൂണിലത്തെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മെയ് ജൂണിൽ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായിരുന്നു 2024. നമുക്ക് കറണ്ട് അഫയേഴ്സ് അവിടെ തൊട്ടുള്ളത് കൊണ്ടാണ് മേജർ ആയിട്ടുള്ള ടോപ്പിക്ക് ഞാൻ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. സോ അന്റാർട്ടിക് ട്രീറ്റി എന്ന് പറയുന്നൊരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കറണ്ട് അഫയർ ഫ്രം എൻവയോൺമെന്റ്. അപ്പോൾ അന്റാർട്ടിക് ട്രീറ്റി എന്ന് പറയുമ്പോൾ കൊച്ചി വെച്ച് നടക്കുമ്പോൾ ഡെലിഗേറ്റ്സ് ഓവർ 60 countries for the 46th Antarctic Treaty. So India is a part of a group proposing regulations for Antarctic tourism. സോ അടുത്ത പ്രധാനപ്പെട്ട കാര്യമാണ്, എന്താണ് അന്റാർട്ടിക് ട്രീറ്റി? അന്റാർട്ടിക് ടൂറിസം, ഇവിടത്തേക്കുള്ള ടൂറിസം. സോ ഇത് വളരെ എക്കോളജിക്കലി സെൻസിറ്റീവ്, അല്ലെങ്കിൽ യു ക്യാൻ കോൾ ഇറ്റ് ആസ് എ വെരി ഫ്രജൈൽ ഏരിയ. ഈ അന്റാർട്ടിക് അത്രയും ഫ്രജൈലാണ്. അപ്പോൾ അത്രയും ഫ്രജൈൽ ആയിട്ടുള്ള ഏരിയ പ്രിസർവ് ചെയ്യുക എന്നുള്ളതും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അപ്പോൾ അതിൽ ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം. സോ ഇന്ത്യ ഈസ് പ്ലേയിങ് എ വെരി പിവറ്റൽ പാർട്ട് ഇൻ ദിസ്. സോ ഇതിൽ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് എന്താണ് ഈ ATCM, ഇതിൻ്റെ ഗുണം എന്തായിരുന്നു, എന്തിനു വേണ്ടിയാണ് ചർച്ച ചെയ്തത്. ഫസ്റ്റ് ഓഫ് ഓൾ, ജോഗ്രഫിയിൽ കുറച്ച് ഡിഫിക്കൽട്ടുള്ള ആൾക്കാരാണ് എവിടെയാണ് അന്റാർട്ടിക് ആർട്ടിക് എന്ന് ചോദിച്ചാൽ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി. സോ ഹാവ് എൻ ഐഡിയ, ദിസ് ഇസ് നോർത്ത് ആൻഡ് ദിസ് ഇസ് സൗത്ത്. നമ്മൾ നോർത്തും സൗത്തും മാർക്ക് ചെയ്യുമ്പോൾ നോർത്തേൺ സൈഡിൽ നമുക്ക് ആ സൈഡിലേക്ക് നമുക്ക് ഈ രാജ്യങ്ങളുണ്ടല്ലോ, ഇവിടെയുള്ള രാജ്യങ്ങളുണ്ട്. ആർട്ടിക്കിന് അടുത്തുള്ള രാജ്യങ്ങൾ, യൂറോപ്പിൻ്റെ മുകളിൽ നോർത്ത് അമേരിക്കയുടെ സൈഡിൽ ആ ഒരു ഭാഗമുണ്ടല്ലോ നോർത്തേൺ, ഇവിടെയാണ് ആർട്ടിക്. അന്റാർട്ടിക്ക എന്ന് പറയുമ്പോൾ എപ്പോഴും സൗത്തിൽ ആലോചിച്ചാൽ മതി. നമ്മൾ സൗത്ത് ഇന്ത്യയിൽ താമസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ സൗത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് അന്റാർട്ടിക്ക അടുത്താണെന്നുള്ളൊരു കോമൺ സെൻസിക്ക് ഒരു ലോജിക്ക് ആലോചിച്ച് വെച്ചാൽ മതി.
ഒരുപാട് സത്യം പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട് ആർട്ടിക് ആണോ അന്റാർട്ടിക് ആണോ താഴെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് കൺഫ്യൂഷനുള്ള കുറേ ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിക്കോ. അന്റാർട്ടിക്ക താഴെയാണ്. ഇറ്റ് ഈസ് ദ സദേൺ ഓഷ്യൻ, അന്റാർട്ടിക് സർക്കിൾ. അവിടെ മുകളിലാണ് ആർട്ടിക് സർക്കിൾ വരുന്നത്. സോ ഇത്രയും കാര്യം ജോഗ്രഫിയിൽ ഹാവ് എ ക്ലാരിറ്റി ഓൺ ദാറ്റ്. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഗിവ് യു വേർ അന്റാർട്ടിക്ക ഇസ് ഓൾ അബൌട്ട്. ഇനി 46ാമത്തെ മീറ്റിംഗ് ആണ്. ടാസ്മാനിയ യൂണിവേഴ്സിറ്റിയിലും UK-യിലും ഓസ്ട്രേലിയയിലുള്ള ഒരുപാട് ആൾക്കാർ, ഓസ്ട്രേലിയ ഫൗണ്ട് ദ നമ്പർ ഓഫ് ടൂറിസ്റ്റ് ഇൻക്രീസ്ഡ്. 1,00,000 ആൾക്കാരൊക്കെ ഇപ്പോൾ അന്റാർട്ടിക്കയിലും ഇവിടെയൊക്കെ ടൂറിസം കൂടുന്നുണ്ട്. സോ പ്രധാന പ്രശ്നം ടൂറിസം കൂടുന്തോറും അന്റാർട്ടിക്ക ഫ്രജൈൽ ആയതുകൊണ്ട് അവിടുത്തെ എക്കോസിസ്റ്റം ഡാമേജ് ആകാം എന്നുള്ള ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഡിസ്കഷൻ ഇവിടെ വരുന്നത്. സോ ഇതിൽ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ദ നാഷണൽ സെന്റർ ഫോർ പോളർ NC4 എന്ന് പറയുന്നത് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസസ്. എപ്പോഴും ഓർത്ത് വെക്കുക, ഇന്ത്യയിൽ അന്റാർട്ടിക്ക ആയിട്ട് ബന്ധപ്പെട്ട് അന്റാർട്ടിക് ട്രീറ്റി ആണെങ്കിലും പ്രധാനപ്പെട്ട ഒരു മിനിസ്ട്രി എന്ന് പറയുന്നത് MOES ആണ്. Ministry of Earth Science plays a very important pivotal role whenever it comes to Antarctic. It plays a very important role. So remember, Ministry of Earth Sciences Antarctic ആയിട്ട് വരുമ്പോൾ ഇന്ത്യയിൽ എപ്പോഴും ഓർത്ത് വെക്കണം. 56 മെമ്പർ രാജ്യങ്ങളുണ്ട്. അതിൽ ATCM ആണ് ഈ ഫെസിലിറ്റേറ്റ് ലോ, ഗവർണൻസ്, സയൻസ്, ടൂറിസം, എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ എല്ലാം ചർച്ച ചെയ്യുന്നത്. സോ അന്റാർട്ടിക്ക ആയിട്ട് നമുക്ക് ചേർത്ത് വായിക്കാൻ പറ്റുന്ന മറ്റൊരു പ്രധാന കാര്യമാണ് ഇറ്റ്സ് കോൾഡ് ദ മൈത്രി 2 വരാൻ പോവാണ്. സോ മൈത്രി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു സ്റ്റേഷനാണ് അന്റാർട്ടിക്കിൽ. സോ യു ഷുഡ് നോ, ഹാവ് യു ഹേർഡ് അബൌട്ട് ദക്ഷിൺ ഗംഗോത്രി? വാട്ട് ഈസ് ദക്ഷിൺ ഗംഗോത്രി? വാട്ട് ഈസ് മൈത്രി എന്ന് പറയുമ്പോൾ യു ഷുഡ് ഹാവ് എൻ ഐഡിയ. ഇതെന്ന് പറയുന്നത് മൈത്രി ഓൾറെഡി അവിടെ ഉണ്ട്. ഇനി മൈത്രി 2 വേണം എന്നാണ് പറയുന്നത്. 2029 ആകുമ്പോഴേക്കും 2029 ആകുമ്പോഴേക്കും നമുക്ക് വേണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ATCMന്റെ അന്റാർട്ടിക് ട്രീറ്റി കൺസിഡർ ചെയ്ത് ATCMന്റെ അപ്രൂവൽ ഒക്കെ വേണം. നമ്മൾ അന്റാർട്ടിക്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ you need to have a very good approval system rightly taken from the ATCM. അത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ അത് ഓർത്ത് വെക്കുക. അതേപോലെ ഇതാണ് നമ്മുടെ മൈത്രി സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇതിനെ ഫ്രണ്ട്ഷിപ്പ് റിസർച്ച് സെന്റർ എന്നാണ് വിളിക്കുന്നതുണ്ടോ ഇന്ത്യയുടെ മൈത്രി. എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1989 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇറ്റ്സ് ലൊക്കേറ്റഡ് ഓൺ ദ ഷീർമാക്കർ ഒയാസിസ് റീജിയൻ ഓഫ് ക്വീൻ മോഡി ലാൻഡ്. ഇതൊക്കെ അവിടുത്തെ സ്ഥലങ്ങളാണ്. ഇറ്റ്സ് നാഷണൽ സെന്റർ ഫോർ പോളർ ആൻഡ് ഓഷ്യൻ റിസർച്ച് ആണ് ഇത് നോക്കുന്നത്. 25 പേരെ വിന്ററിലും 45 ആൾക്കാരെ സമ്മറിലും ഇത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. 2029 ആകുമ്പോൾ നമ്മൾ ഇത് സത്യം പറഞ്ഞാൽ പണ്ട് 89 തൊട്ട് വരികയാണെങ്കിൽ ആദ്യം മൈത്രിക്ക് മുന്നേ വി ഹാഡ് സംതിങ് കോൾഡ് ദക്ഷിൺ ഗംഗോത്രി സ്റ്റേഷൻ. ഇതായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ സ്റ്റേഷൻ. പിന്നീട് ആ ദക്ഷിൺ ഗംഗോത്രി മാറി. കാരണം അവിടെ വിച്ച് വാസ് ഇന്ത്യസ് ഫസ്റ്റ് റിസർച്ച് ബേസ് ഇൻ അന്റാർട്ടിക്ക വിച്ച് വാസ് ലേറ്റർ ഓൺ ഡീകമ്മീഷൻ ഡ്യൂ ടു ഐസ് ഇങ്ങനെ എൻഗൾഫ് ചെയ്ത് ഐസ് വന്നതിന് ശേഷം ദ ഗവൺമെന്റ് ഹാഡ് ടു ഡീകമ്മീഷൻ ദക്ഷിൺ ഗംഗോത്രി. അങ്ങനെയാണ് ലേറ്റർ ഓൺ ദക്ഷിൺ ഗംഗോത്രി ബിക്കേം മൈത്രി എന്ന് പറയുന്നത്. സോ അത് അന്റാർട്ടിക്കയിൽ പഠിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ യു ഷുഡ് ഹാവ് എൻ ഐഡിയ അബൌട്ട് അന്റാർട്ടിക് ട്രീറ്റി. പണ്ട് 2021 20 they had asked a question on polar code. അതേപോലെ അന്റാർട്ടിക് ട്രീറ്റിനെ കുറിച്ച് ചോദിക്കാം. ആദ്യം 12 അന്റാർട്ടിക് കൺട്രീസ് ആണ് ഇതിന്റെ ഭാഗമായിരുന്നത്. ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അന്റാർട്ടിക്ക എങ്ങനെ പീസ്ഫുൾ ആയിട്ടൊക്കെ ഉപയോഗിക്കാം എന്നുള്ള ചർച്ചയായിരുന്നു. 2007 ATCMന്റെ മീറ്റിംഗ് ന്യൂഡൽഹിയിൽ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ കൊച്ചിയിലാണ് നടന്നത്. അന്റാർട്ടിക്ക പീസ്ഫുൾ ആയിട്ട് നടക്കണമെന്ന് 12 രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് ഈ 12 രാജ്യങ്ങളാണ് now they have become almost 56 countries ആയിട്ട് മാറിയത്. So this is also important, we have to be noted. And അടുത്ത പ്രധാനപ്പെട്ട ട്രീറ്റിയുടെ മറ്റ് വശങ്ങൾ നമ്മൾ നോക്കുമ്പോൾ വിൽ അണ്ടർസ്റ്റാൻഡ് എന്താണ് ഈ ട്രീറ്റിയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താണെന്നൊക്കെ നമുക്ക് ഇതിനകത്ത് നിന്ന് കാണാൻ പറ്റും. സോ one second, let me so what is Antarctic Treaty? ഒരു മിനിറ്റ്, 1 second, it's getting stuck. So okay, Maitri Station, Antarctic Treaty. Yes, എന്താണ് അന്റാർട്ടിക് ട്രീറ്റിയുടെ പ്രധാനപ്പെട്ട സംഭവം? ഇറ്റ് കവേഴ്സ് ഓൾ ലാൻഡ് ആൻഡ് ഐസ് ഷെൽഫ് സൗത്ത് ഓഫ് 60 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്. അപ്പോൾ ഈ ലാറ്റിറ്റ്യൂഡ് ഓർത്ത് വെക്കണം. 60 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിനുള്ള ഐസും ഐസ് ഷെൽഫ്സ് എല്ലാം ഇറ്റ് ഇസ് ആക്ച്വലി കവറിംഗ് ദാറ്റ്. സോ അന്റാർട്ടിക്ക ഇസ് ട്രീറ്റഡ് ആസ് എ ഗ്ലോബൽ കോമൺ. ഇതൊരു വാക്കാണ് ഓർത്ത് വെക്കേണ്ടത്. ഗവേൺഡ് ബൈ പ്രിൻസിപ്പിൾസ് ഓഫ് പീസ്, സയൻസ് ആൻഡ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ നിർണ്ണയിക്കുന്ന ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ അവിടെ പീസ്, സയൻസ്, എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആണ്. എല്ലാ രാജ്യങ്ങളും അവിടെ അന്റാർട്ടിക്കയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാ രാജ്യങ്ങളുടെയും അൾട്ടിമേറ്റ് സംഭവം എന്ന് പറയുന്നത് അന്റാർട്ടിക്ക ഇസ് ട്രീറ്റഡ് ആസ് എ ഗ്ലോബൽ കോമൺ. അതുകൊണ്ടാണ് പ്രധാനപ്പെട്ടത്.
1959 വാഷിങ്ടണിലാണ് വരുന്നത്. 12 കൺട്രീസ് ആണ് വരുന്നത്. 1961 വരുന്നത്. 59 സൈൻ ചെയ്തു, എഫക്റ്റ് വന്നു. 56 കൺട്രീസ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, ഇന്ത്യ ഇസ് എ മെമ്പർ ഓഫ് ദിസ്. പരീക്ഷയ്ക്ക് അതും ചോദിക്കുമല്ലോ. ഇന്ത്യ is a member of Antarctic Treaty എന്ന് ചോദിച്ചാൽ യെസ്, ഇന്ത്യ ഇസ് എ പാർട്ട് ഓഫ് ദി അന്റാർട്ടിക് ട്രൗഷൻ. ഇനി എന്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് എന്ന് പറഞ്ഞാൽ, ഒബ്വിയസ്ലി നോ മിലിറ്ററി ബേസ്, പീസ്ഫുൾ പർപ്പസിന് മാത്രമേ അന്റാർട്ടിക്ക ഉപയോഗിക്കാൻ പാടുള്ളൂ. നോ കൺട്രി ക്യാൻ ക്ലെയിം സോവറിനിറ്റി ഓവർ എനി അന്റാർട്ടിക് ടെറിട്ടറി. അത് ഇന്ന രാജ്യം ഇത് ഓസ്ട്രേലിയയുടെ ആണ് അല്ലെങ്കിൽ ഇത് അന്റാർട്ടിക്ക ഞങ്ങളുടെ ആണെന്നുള്ളൊരു ക്ലെയിം ഒന്നുമില്ല. നോ കൺട്രി ക്യാൻ ക്ലെയിം സോവറിനിറ്റി. നോ ന്യൂക്ലിയർ ടെസ്റ്റിംഗ് ഓർ ഡിസ്പോസിബിൾ ഓഫ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ഇസ് അലൗഡ്. എവിടെയെങ്കിലും കൊണ്ട് ഡംപ് ചെയ്യാൻ സ്ഥലമില്ലാതെ എവിടെയെങ്കിലും കൊണ്ട് ഡംപ് ചെയ്യാൻ പറ്റില്ല. അന്റാർട്ടിക്കയിൽ അത് ചെയ്യാൻ പറ്റില്ല. സോ അതിൻ്റെ ഒരു കൺസർവേഷൻ പ്രോട്ടോകോൾ എല്ലാ രാജ്യങ്ങളും ഫോളോ ചെയ്താൽ മാത്രമേ. അപ്പം ഇതാണ് അന്റാർട്ടിക് ട്രീറ്റി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട സംഭവം. സോ റിമെമ്പർ അബൌട്ട് ദിസ് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. Okay, so that is all about Antarctic Treaty. And the next important thing is India's involvement in Antarctica. ഇന്ത്യ അന്റാർട്ടിക്കയിൽ എങ്ങനെയാണ് ഇൻവോൾവ് ചെയ്തിരുന്നത്? അന്റാർട്ടിക് ട്രീറ്റി 1959 വന്നു എന്നാണ് പറയുന്നത്. സൈൻ ചെയ്തത് 61 എഫക്റ്റിൽ വന്നു. 1983 ഓർത്ത് വെക്കാൻ എളുപ്പമുണ്ട്. ഇന്ത്യ വേൾഡ് കപ്പ് ജയിച്ചത് 1984 1983 എന്ന് അവിടെ അന്നാണ് അന്റാർട്ടിക് ട്രീറ്റി ജോയിൻ ചെയ്തത്. And ratified the Convention of Antarctic Marine Living India 1985 അപ്പോൾ ഇത് ratify ചെയ്തു. And it also signed the Madrid Protocol of Environment Protection in 1998. അപ്പോൾ അതും ഓർത്ത് വെക്കണം. മാഡ്രിഡ് പ്രോട്ടോകോൾ എന്ന് പറയുന്നതും എൻവയോൺമെന്റിന്റെ ഭാഗമാണ്. ഇന്ത്യ സൈൻ ദാറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. സോ അന്ന് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ബേസസ് ആണ്. ദക്ഷിൺ ഗംഗോത്രി ഉണ്ടായിരുന്നു, ഇപ്പോൾ ഡീകമ്മീഷൻ ചെയ്തു. മൈത്രി 1, 2 ഉണ്ട്. അതേപോലെ വി ഹാവ് ഭാരതി, ഇതും ഇന്ത്യയുടെ സ്റ്റേഷനാണ്. So it's managed by NCPOR. ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി, NCPOR ഗോവ, മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസസ് ആണ് ഇന്ത്യയിലെ അന്റാർട്ടിക് ആയിട്ട് പ്രധാനപ്പെട്ട കാര്യം വരുന്നത്. ഓൾസോ ഇന്ത്യയിലെ അന്റാർട്ടിക് ആക്ട് 2022 ഇന്ത്യ പാസ്സാക്കി, വിച്ച് ഷോസ് ഇന്ത്യസ് കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് ദ പ്രൊട്ടക്ഷൻ ഓഫ് അന്റാർട്ടിക് എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടെ ഇതിനകത്ത് ഓർത്ത് വെക്കാൻ പറ്റുന്നതേ ഉള്ളൂ. So that's it, and moving on to the next important content. It's CASA 2024 Head of State Summit. ആഫ്രിക്കയിലെ കുറെ നേതാക്കന്മാരാണ് ചർച്ചയ്ക്ക് ഇരിക്കുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ അടുത്ത പ്രധാന ചോദ്യമാണ്, ഇവർ എന്തിനാണ് ഡിസ്കഷൻ നടത്തുന്നത്? സോ കാസ എന്ന് ഉദ്ദേശിക്കുന്നത്, യു ക്യാൻ ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്, ദ കവാങ്കോ സാംബേസി ട്രാൻസ് ഫ്രോണ്ടിയർ കൺസർവേറ്റീവ് ഏരിയ ആണ് കാസ TFCA, സാംബിയ ഫോർ ദ 2024 സമ്മിറ്റ്സ്. അപ്പോൾ ഈ കാസ ഇവർ എന്തിനാണ് ചർച്ച ചെയ്തത്? സോ കാസ എന്ന് പറയുന്നത് കവാങ്കോ സാംബേസി ട്രാൻസ് ഫ്രോണ്ടിയർ കൺസർവേഷൻ ഏരിയ ആണ്, ഒരു കൺസർവേഷൻ ഏരിയ ആണ്. ഇറ്റ്സ് എ ലാർജ് കൺസർവേഷൻ ഏരിയ. യു കൻ ടേക്ക് എ ലുക്ക് അറ്റ് ദി മാപ്പ് ഓൾസോ. യു കൻ ടേക്ക് എ ലുക്ക് അറ്റ് ദ മാപ്പ്. ഇതിൽ കണ്ടോ കാസ ട്രാൻസ്ഫ്രോണ്ടർ കൺസർവേഷൻ ഏരിയ, ഇതൊരു ലാൻഡ് ആണ്. സോ യു കൻ സി സാംബിയയുടെ ഏരിയ ഉണ്ട്, സിംബാബ്വെ, ബോട്സ്വാന. സോ സിംബാബ്വെ, സാംബിയ, ബോട്സ്വാന, ആൻഡ് ഓൾസോ യു ക്യാൻ സി അങ്കോള ആൻഡ് നമീബിയ. അപ്പോൾ ഇത്രയും രാജ്യങ്ങൾ യു ക്യാൻ സി അങ്കോള, ബോട്സ്വാന, നമീബിയ, സാംബിയ ആൻഡ് സിംബാബ്വെ ആർ പാർട്ട് ഓഫ് ദിസ്. When you go back, you can study. ഈ ഏരിയ ഉണ്ട് 5 countries: അങ്കോള, ബോട്സ്വാന, നമീബിയ, സാംബിയ, സിംബാബ്വെ. സോ ZZNBA, ഈ പ്രധാനപ്പെട്ട 2 രാജ്യങ്ങൾ ZZNBA എന്ന് പറയുന്ന ഒരു ആക്രോണിം ഉണ്ടാക്കി വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാം. ZZ എന്ന് പറയുമ്പോൾ ആഫ്രിക്കയിൽ ഒന്ന് സിംബാബ്വെ, സയർ വരാം, ഇത് സാംബിയ ആണ് കേട്ടോ. ഇറ്റ്സ് സാൻസിബാർ വേറെ, സയർ വേറെ, എല്ലാം Z ഉണ്ട്. ഇത് സിംബാബ്വെ ആൻഡ് സാംബിയ. അതേപോലെ നമീബിയ, ബോട്സ്വാന, അങ്കോള, ഈ പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് കവാങ്കോ സാംബേസി എന്ന് പറയുന്നത്. ഇവരെല്ലാം ഈ റീജിയനിലെ എൻവയോൺമെന്റും ടൂറിസവും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ്. സോ ദ കാസ ഇൻക്ലൂഡ്സ് ഫേമസ് നാച്ചുറൽസ് ലൈക്ക് ദി ഒക്കവാങ്കോ ഡെൽറ്റ, വിക്ടോറിയ ഫോൾസ്, ഇതെല്ലാം ഇവിടെയാണ്. സോ യു ക്യാൻ റിമെമ്പർ ദി ഒക്കവാങ്കോ ഡെൽറ്റ, വിക്ടോറിയ ഫോൾസ്. ഏറ്റവും കൂടുതൽ എലിഫൻസ്, ആഫ്രിക്കൻ എലിഫൻസ് ഒക്കെ ഉള്ള സ്ഥലമാണ് ഇവിടെ. സോ ഇവിടെ ഈ രാജ്യങ്ങളെല്ലാം കാസ എന്ന് പറയുന്നത് അവിടുത്തെ എൻവയോൺമെന്റും ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഏരിയ വരുന്നത്. പക്ഷെ പ്രധാനമായിട്ടും ഇപ്പോൾ ഇവർ ന്യൂസിൽ വരാൻ വേറൊരു കാര്യം കൂടെ ഉണ്ട്, വിച്ച് ഇസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഹിയർ. എന്തിനാണ് ന്യൂസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ, യു ക്യാൻ ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറഞ്ഞാൽ സൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ ഏജൻസി എൻവയോൺമെന്റിന് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇവരും സൈറ്റ്സും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായി. അതാണ് വളരെ സിമ്പിൾ തിങ്.
ദേ ഹാഡ് എ പോയിന്റ് ഓഫ് ഡിഫറൻസ്. അതായത് റിന്യൂഡ് കോൾ ഫോർ മെമ്പർ സ്റ്റേറ്റ്സ് ടു വിഡ്രോ ഫ്രം സ്റ്റേറ്റ്സ്. ഈ കാസയിലെ മെമ്പേഴ്സ് പറയാണ് മറ്റ് മെമ്പേഴ്സ് വിഡ്രോ ചെയ്യണം സൈറ്റ്സ് എന്ന്. വൈ ദേ ഹാവ് ടു കം ഔട്ട് ഓഫ് സൈറ്റ്സ്? ബിക്കോസ് സൈറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് കൺവെൻഷൻ ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചർഡ് സ്പീഷീസ് ഓഫ് ഫ്ലോറ ആൻഡ് ഫോണ. അതിൽ നിന്നും നമ്മൾ അടുത്ത സൈറ്റ്സ് ആണ്, നമ്മൾ നോക്കാൻ പോകുന്നത് സൈറ്റ്സ് ആണ്. ഈ സൈറ്റ്സിൽ നിന്നും പിന്മാറണം എന്നാണ് ഇവർ പറയുന്നത്. അതിനൊരു പ്രധാന കാരണമുണ്ട്. ബിക്കോസ് സൈറ്റ്സ് ഹാസ് റിപ്പീറ്റഡ്ലി ഡിനൈഡ് പെർമിഷൻ ടു സെൽ ഓഫ് ഐവറി ആൻഡ് അതർ വൈൽഡ് ലൈഫ് പ്രൊഡക്ട്സ് ഡെസ്പൈറ്റ് ദീസ് കൺട്രീസ് ഹാവ് സ്റ്റോക്സ്. ദിസ് ഇസ് ദ മോസ്റ്റ് ബോൺ ഓഫ് കണ്ടൻഷൻ. അതായത് സൈറ്റ്സിന്റെ തിയറി, സൈറ്റ്സിന്റെ എഗ്രിമെന്റ് അനുസരിച്ചിട്ട്, സത്യമല്ലേ, ആനിമൽസിന്റെ ട്രേഡ് പാടില്ല. പ്രത്യേകിച്ച് ആനക്കൊമ്പുകളില്ലേ, ഐവറി ടസ്കും ആനക്കൊമ്പുകളും വൈൽഡ് ലൈഫിന്റെ പ്രധാനപ്പെട്ട പ്രൊഡക്റ്റുകളൊന്നും ട്രേഡ് ചെയ്യാൻ പാടില്ല. കാരണം അതിനാണല്ലോ സൈറ്റ്സ് നിലകൊള്ളുന്നത്. ആനിമൽ പ്രൊട്ടക്ഷനും ഫ്ലോറ ഫോണ പ്രൊട്ടക്ഷനും വേണ്ടിയാണ് സൈറ്റ്സ് നിൽക്കുന്നത്. പക്ഷേ ഈ കാസ എന്ന് പറയുന്ന ഈ രാജ്യങ്ങളിൽ, ഈ ഏരിയ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ അവർക്ക് സ്റ്റോക്സ് ഉണ്ട്. ആനക്കൊമ്പുകളുടെയും വൈൽഡ് ലൈഫ് പ്രൊഡക്ട്സിന്റെയും സ്റ്റോക്ക് ഉണ്ട് ഇഷ്ടംപോലെ. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഈ കാണുന്ന ആനക്കൊമ്പുകളും അല്ലെങ്കിൽ ആനിമൽ പ്രൊഡക്ട്സും മറ്റു വിൽക്കാൻ പറ്റുന്ന അതിന്റെ തോല് കാര്യങ്ങൾ, ഇതിനൊരു ഇന്റർനാഷണൽ മാർക്കറ്റ് ഉണ്ട്. ഈ സംഭവങ്ങളെല്ലാം സെല്ല് ചെയ്യാനുള്ള റൈറ്റ് വേണം. കാരണം ഈ സെല്ല് ചെയ്താൽ ഈ രാജ്യങ്ങൾക്ക് പൈസ കിട്ടും. ദേ വിൽ ഗെറ്റ് സം മണി. സോ ഇതാണ് ഇതിന്റെ ലോജിക്. ദേ വിൽ ഗെറ്റ് സം മണി. പക്ഷേ ഇങ്ങനെ ആനിമൽ പ്രൊഡക്റ്റ് വിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് സൈറ്റ്സിന്റെ പ്രധാന തിയറി. അതുകൊണ്ട് തന്നെ സൈറ്റ്സ് ഇത് സമ്മതിക്കില്ല. അതുകൊണ്ട് കാസയിൽ ഒരുപാട് രാജ്യങ്ങൾ ദേ ആർ ഡിസ്കസിങ് എമംഗ് ദെംസെൽസ് ദാറ്റ് ദേ നീഡ് ടു പുൾ ഔട്ട് കം ഔട്ട് ഓഫ് ദി സൈറ്റ്സ് ട്രീറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സോ ഡെഫിനറ്റ്ലി അതാണ് ഇതിന്റെ മെയിൻ ചർച്ച. പിന്നെ പരീക്ഷയ്ക്ക് വേണ്ടി ചില മാച്ച് ദ ഫോളോയിങ് ഒക്കെ ഉള്ളതിന് കാസ TFCയിൽ ഏറ്റവും കൂടുതലുള്ള പ്രധാനപ്പെട്ട, ഇപ്പോൾ ബോട്സ്വാനിലെ ഏറ്റവും കൂടുതൽ എലിഫന്റ് പോപ്പുലേഷൻ ഉള്ള ഒരു പാർക്കാണ് ചോബെ. ഇറ്റ്സ് കോൾഡ് ദ ചോബെ പാർക്ക്. സിംബാബ്വേയിലുള്ളതാണ് ഹാംഗെ. ഹരാര സ്റ്റേഡിയം എന്ന് പറഞ്ഞുള്ള ഹാംഗെ നാഷണൽ പാർക്ക്. സിംബാബ്വേസ് ലാർജസ്റ്റ് വൈൽഡ് ലൈഫ് റിസർവ് ആണ് ഹാംഗെ. വിക്ടോറിയ ഫോൾസ്, സാംബിയ, സിംബാബ്വെ, വൺ ഓഫ് ദ ലാർജസ്റ്റ് വാട്ടർഫോൾസ് ഇൻ ദ വേൾഡ് ഇസ് വിക്ടോറിയ. അപ്പോൾ സിംബാബ്വേയിലെ ലാർജസ്റ്റ് വൈൽഡ് ലൈഫ് റിസർവ് ആണ് ഹാംഗെ. മാച്ച് ദ ഫോളോയിങ് ചോദിക്കാം. ദ ഹാംഗെ നാഷണൽ പാർക്ക് സിംബാബ്വേയിലാണ്. ദ ചോബെ പാർക്ക് ഇസ് ഇൻ ബോട്സ്വാന. വിക്ടോറിയ, സാംബിയ, സിംബാബ്വേയുടെ ഏറ്റവും ബിഗസ്റ്റ് വാട്ടർഫോൾസ് ഇൻ ദ വേൾഡ്. മറ്റ് പ്രധാനപ്പെട്ട പ്രൊട്ടക്റ്റഡ് ഏരിയാസും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. Home to approximately 250,000 animals, contain the largest population of African elephants in the world. അതേപോലെ ലയൺസ്, റൈനോ, ഹിപ്പോസ്, ചീറ്റാസ്, ജിറാഫ് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് കാസ എന്ന് പറയുന്ന ഈ സ്ഥലം. ഇറ്റ് കണ്ടെയ്ൻസ് ദ ലാർജസ്റ്റ് പോപ്പുലേഷൻ ഓഫ് എലിഫൻസും കൂടെ ഓർത്ത് വെക്കുക. അപ്പോൾ അതാണ് അതിൻ്റെ മേജർ ആയിട്ടുള്ള ഒരു പ്രധാന ടോപ്പിക് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത പ്രധാനപ്പെട്ട, കാരണം ഇത് ലീപ്പാണ്, നമ്മൾ കുതിച്ചേ പറ്റുള്ളൂ. അപ്പോൾ കുറേ ടോപ്പിക്കുകൾ നിങ്ങൾ നിർത്തി പ്ലേ ചെയ്ത് പഠിച്ചാൽ മതി. പക്ഷേ ഇത്രയും കാര്യങ്ങൾ കറണ്ട് അഫയേഴ്സിൽ നിന്നും എനിക്ക് തോന്നുന്നു നിങ്ങളിത് വായിക്കുന്നതിനെക്കാട്ടും കുറച്ചുകൂടെ പെട്ടെന്ന് ഓർത്ത് വെക്കാൻ പറ്റും. ദാറ്റ് ഈസ് വൈ വി ആർ ഗോയിങ് ഓൺ ആൻഡ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഇസ് സൈറ്റ്സ്. ലെറ്റ്സ് ഗോ ഓൺ. സൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത് പല പ്രാവശ്യം UPSCക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിലും ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് വാട്ട് സൈറ്റ്സ് ഇസ് ഓൾ അബൌട്ട്. ദ കൺവെൻഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ്. കണ്ടോ, ഇതിനകത്ത് ട്രേഡ് ആണ് പ്രധാന സംഭവം. ഇൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓഫ് വൈൽഡ് ഫോണ ആൻഡ് ഫോണ. എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള വൈൽഡ് ഫോണ ആൻഡ് ഫോണയുടെ ട്രേഡിനെ കുറിച്ചിട്ടാണ് ഇത് പ്രധാനപ്പെട്ട സംഭവം. ഇറ്റ് റെഗുലേറ്റ്സ് ആൻഡ് ഇറ്റ് മോണിറ്റേഴ്സ് ഇന്റർനാഷണൽ ട്രേഡ് ഓഫ് വൈൽഡ് ലൈഫ് സ്പീഷീസ് ആൻഡ് ദെയർ പ്രൊഡക്ട്സ്. അത് പാടില്ല, അങ്ങനെ വൈൽഡ് ലൈഫിന്റെ കാര്യങ്ങൾ വിൽക്കാൻ പാടില്ല എന്നാണ് ഈ സൈറ്റ്സ് ഡെഫിനിഷൻ ഓർത്ത് വെക്കുക. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. സോ സൈറ്റ്സ് ഉദ്ദേശിക്കുന്നത് തന്നെ ഇതാണ്, ഫുൾ നെയിം ഇതാണ്. റെഗുലേറ്റ്സ് ആൻഡ് മോണിറ്റേഴ്സ് ഇന്റർനാഷണൽ ട്രേഡ്. 1973 സെറ്റ് ചെയ്തു, 75 വന്നു. ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡ് ജനീവയിലാണ് സൈറ്റ്സിന്റെ. സോ നെക്സ്റ്റ് ടൈം യു ഗെറ്റ് ആൻ ഓപ്ഷൻ, സൈറ്റ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് സ്വിറ്റ്സർലൻഡിലാണ് ജനീവയിലാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് അബ്സല്യൂട്ട്ലി കറക്റ്റ്. അത് ഓർത്ത് വെക്കുക. അപ്പോൾ എന്താണ് സൈറ്റ് എന്നുള്ളതിന് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് കണ്ടന്റ്. എന്താണ് മെമ്പർഷിപ്പ് ആൻഡ് പാർട്ടിസിപ്പേഷൻ? 184 രാജ്യങ്ങളുണ്ട്. All signatory countries must follow its rule, but CITES does not replace national laws. ഇപ്പോൾ ഇന്ത്യ 1976 തൊട്ട് സൈറ്റ്സിന്റെ മെമ്പറാണ്. ഇപ്പൊ ഇന്ത്യയിൽ ഇന്ത്യയുടേതായ നിയമമുണ്ട്, എൻവയോൺമെന്റ് ആക്ട് ഒക്കെ ഉണ്ട്. ആ ആക്ട് നിലനിൽക്കെ ഈ സൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റിന്റെ, ഒരു രാജ്യത്തിന്റെ ആക്ടിനെ ഒരിക്കലും അത് റീപ്ലേസ് ചെയ്യുന്നില്ല. ഇറ്റ്സ് എ സെപ്പറേറ്റ് തിങ് ഇന്റർനാഷണലി വിച്ച് ഇസ് സൈൻഡ് ഓൺ എ ഗ്ലോബൽ ലെവൽ. അത് വേറെ, ഇത് വേറെ.
അപ്പോൾ ഇത് ഓർത്ത് വെക്കുക. സൈറ്റ്സ് ഡസ് നോട്ട് റീപ്ലേസ് നാഷണൽ ലോസ് എന്നൊരു പോയിന്റ് ഓർത്ത് വെക്കുക. പ്രിലിംസിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ചോദ്യമുണ്ടെങ്കിൽ. ഇനി സൈറ്റ്സിന്റെ പല കാറ്റഗറൈസേഷൻ ഉണ്ട്. ഇത് 3 അപ്പൻഡിസസ് ആയിട്ടാണ് ഇത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഹയസ്റ്റ് പ്രൊട്ടക്ഷൻ, റെഗുലേറ്റഡ് പ്രൊട്ടക്ഷൻ, അതേപോലെ തന്നെ ലീസ്റ്റ് പ്രൊട്ടക്ഷൻ, ഹയസ്റ്റ് പ്രൊട്ടക്ഷൻ, ലീസ്റ്റ് പ്രൊട്ടക്ഷൻ. അപ്പോൾ ഇതിൽ നമുക്ക് ഹയസ്റ്റ് പ്രൊട്ടക്ഷൻ എന്താണെന്നുള്ളതും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എക്സ്റ്റിങ്ഷൻ, അതായത് അവസാനം അത് എക്സ്റ്റിങ്ക്റ്റ് ആവാൻ പോകുന്ന റിസ്ക് കാറ്റഗറിയിലുള്ള സംഭവങ്ങളുണ്ട്. കൊമേഴ്ഷ്യൽ ട്രേഡ് ഇസ് കംപ്ലീറ്റ്ലി ബാൻഡ്. ഒരു കാരണവശാലും അതിൻ്റെ ഒരു രീതിയും ട്രേഡ് ചെയ്യാൻ പാടില്ല. എക്സെപ്ഷൻ ഉണ്ട് കേട്ടോ. സയന്റിഫിക് റിസർവ് ഓർ കൺസർവേഷൻ പർപ്പസ്, എന്തെങ്കിലും റിസർച്ചിന് വേണ്ടി ഇന്നൊരു സ്പീഷി എക്സ് എന്ന് പറയുന്ന ഒരു സ്പീഷീനെ ഉപയോഗിക്കേണ്ടി വന്നാൽ വേണമെങ്കിൽ ഉപയോഗിക്കാനുള്ള അനുമതിയുണ്ട്. പക്ഷെ ഒരു കാരണവശാലും ട്രേഡ് പാടില്ല. സോ അപ്പൻഡിക്സ് 1 ഹയസ്റ്റ് പ്രൊട്ടക്ഷനിലുള്ളതാണ് ടൈഗർ, റൈനോ, ഏഷ്യൻ എലിഫൻസ്, പാണ്ട, സ്നോ ലെപ്പേർഡ്സ്. ഈ കാറ്റഗറി ഓർത്ത് വെക്കണേ. കാരണം പലപ്പോഴും എൻവയോൺമെന്റിലെ പ്രിലിംസിന്റെ ചോദ്യങ്ങൾ ഇങ്ങനെയാണ് വരിക. ടൈഗേഴ്സ്, ഏഷ്യൻ എലിഫൻസ് ആൻഡ് സ്നോ ലെപ്പേർഡ്സ് ആർ ഇൻ ദ ഹയസ്റ്റ് പ്രൊട്ടക്ഷൻ ഇൻ സൈറ്റ്സ് എന്ന ചോദ്യം ചോദിച്ചാൽ കറക്റ്റ്, ട്രേഡ് പാടില്ല. അപ്പൻഡിക്സ് 2 റെഗുലേറ്റഡ് ട്രേഡ് ആണ്. ഹയസ്റ്റ് അല്ല, റെഗുലേറ്റഡ് ആണ്. സ്പീഷീസ് നോട്ട് യെറ്റ് എൻഡേഞ്ചർഡ് ബട്ട് അറ്റ് റിസ്ക് ഓഫ് കംപ്ലീറ്റ്ലി കൺട്രോൾഡ് ആയിട്ടുള്ളൊരു സാധനമാണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുക. സോ ആ ഒരു കോണ്ടെക്സ്റ്റിൽ you need to understand which are the type of species in this. So you can understand this includes species. ഇതിൽ at the risk of extinction ആണ് നമ്മൾ ഇതിൽ കാണുന്നത്. So you can see there is a risk of extinction here. ഇവിടെ you can see it is not yet endangered ആണ്. ഇതുവരെ endangered ആയിട്ടില്ല. And the trade is not controlled. If the trade is not controlled, trade is allowed but strictly monitored with permits. Permits വേണം. So that does not mean that നമുക്ക് വെറുതെ, you cannot simply create a trade system. Regulated trade ആണ്. So remember African elephants, Asian elephants happens to be in the highest protection category. പക്ഷെ African elephants, hippopotamus, shark, mahogany ഇതൊക്കെ മരം മാത്രമല്ല കേട്ടോ, ഫോണ മാത്രമല്ല, ഫ്ലോറ ആൻഡ് ഫോണ is also introduced in this. So African elephants, hippopotamus, sharks, mahogany, all of this comes in this. African elephant regulated ആണ്. മറ്റേ ഇന്ത്യൻ ഏഷ്യൻ എലിഫൻസ് ഹൈലി റെസ്ട്രിക്റ്റഡ് ആണ്. ലീസ്റ്റ് പ്രൊട്ടക്റ്റഡ് എന്ന് പറയുന്നത് സ്പീഷീസ് പ്രൊട്ടക്റ്റഡ് ഇൻ അറ്റ്ലീസ്റ്റ് 1 country that needs international cooperation to prevent illegal trade. ഒരു രാജ്യമെങ്കിലും ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, ഇല്ലീഗൽ ട്രേഡ് പാടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഇതാണ്. ട്രേഡ് റിക്വയർ പെർമിറ്റ്സ് ബട്ട് ഇസ് നോട്ട് ആസ് റെസ്ട്രിക്റ്റഡ്. അത്ര റെസ്ട്രിക്ഷൻ ഇല്ല. ഉദാഹരണത്തിന് വാൾറസ്, ആഫ്രിക്കൻ സിവെറ്റ്, ഇതൊക്കെ വേണമെങ്കിൽ ഇത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ 3 പ്രധാനപ്പെട്ട അപ്പൻഡിക്സുകൾ ഇതിൽ പ്രധാനമായിട്ട് ഓർത്തിരിക്കണം. സൈറ്റ്സ്, ഞാൻ ഈ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ വൺസ് യു ലേൺ ദിസ്, ഇവിടെ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇത് പോയി പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. വൺസ് യു ആർ കംപ്ലീറ്റ്ലി ഇൻ ടു ദിസ്, ദർ ഇസ് നോ നീഡ് ടു ഗോ ആൻഡ് ലേൺ ദിസ്. അങ്ങനെ പഠിച്ചു പോകാൻ പറ്റിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഗുഡ്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് സൈറ്റ്സ് അപ്പൻഡിക്സ്. ദർ ഇസ് category number 1, category number 2 and category number 3. All of them are important in this. കണ്ടോ, ഇനി ഇത് കണ്ടോ, കാസ പറഞ്ഞ ഏറ്റവും വലിയ പ്രധാന സംഭവമാണ്. അവരുടെ കണ്ടോ ഇതേപോലെ ഐവറിക്ക് എലിഫൻസിന്റെ കൂട്ടിയിട്ടിരിക്കുന്നുണ്ടോ. ജസ്റ്റ് ഇമാജിൻ ദ ട്രോമ. ഇത് ട്രേഡ് ചെയ്യണം എന്നാണ് കാസ പറയുന്നത്, പക്ഷെ ശരിക്കും ഇത് തെറ്റല്ലേ? അപ്പോൾ സൈറ്റ്സിന്റെ പ്രധാന സംഭവം പ്രിവെന്റ് ഇല്ലീഗൽ വൈൽഡ് ഫയർ ആൻഡ് പോച്ചിങ്, റെഗുലേറ്റിംഗ് ട്രേഡ്, പ്രൊമോട്ട് കോപ്പറേഷൻ ബിറ്റ്വീൻ 2 countries, ഹെൽപ്പ് ഗവൺമെന്റ് സെറ്റ് എ മോണിറ്ററിംഗ് സിസ്റ്റം ഫോർ സ്പീഷി പ്രൊട്ടക്ഷൻ. ഇതാണ് സൈറ്റ്സിന്റെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത്. സോ റിമെമ്പർ അബൌട്ട് ദി ഒബ്ജക്റ്റീവ്സ് ആൻഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഓൾ ദിസ്. And the next important topic happens to be Aedes albopictus mosquito. നമ്മൾ Aedes aegypti ഒക്കെ നമ്മൾ നോക്കാറുണ്ട്. സോ ഇത് യൂറോപ്യൻ യൂണിയന്റെ ഹെൽത്ത് ഏജൻസി റീസെന്റ് സ്റ്റേറ്റഡ് ദാറ്റ് the climate change is influencing the spread and the impact of Aedes albopictus mosquito. So you need to know what is Aedes albopictus എന്താണെന്നുള്ളതും കൂടെ maybe have an idea on that. What is Aedes albopictus എന്താണ്? അത് വ്യത്യാസമുണ്ട്, അത് ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് ന്യൂസിൽ യൂറോപ്യൻ യൂണിയൻ ആണ് ഇത് വന്നത്. സോ സയന്റിഫിക് നെയിം Aedes albopictus, കോമൺ നെയിം ഏഷ്യൻ ടൈഗർ മോസ്കിറ്റോ, വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ദ ഏഷ്യൻ ടൈഗർ മോസ്കിറ്റോ. Aedes albopictus ആണ്. ദ ക്യൂലിസിഡേ ഫാമിലി എന്നാണ് ഇത് വരുന്നത്. നേറ്റീവ് ടു സൗത്ത് ഈസ്റ്റ് ഏഷ്യ ബട്ട് നൗ സ്പ്രെഡ് വേൾഡ് വൈഡ്. നേറ്റീവ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആണ്, ബട്ട് ഇറ്റ്സ് നൗ സ്പ്രെഡ് വേൾഡ് വൈഡ് ആണ്. സോ ഇതിന് വ്യത്യാസമുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ട്രിപ്പ് ബോഡി ആൻഡ് ലെഗ്സ് ആണ് ഇതിനകത്തുള്ളത്. റിസംബിൾസ് എ ടൈഗർ, ഹെൻസ് ദ നെയിം. സോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ട്രൈപ്ഡ് ബോഡി, ഇതൊരു പ്രധാനപ്പെട്ട ആസ്പെക്റ്റ് ആണ്. നാളെ പരീക്ഷയ്ക്ക് Aedes albopictus ചോദിച്ചാലും ടൈഗർ, ഏഷ്യൻ ടൈഗർ എന്ന് വിളിക്കാൻ കാരണം 2, യു ക്യാൻ ആക്ച്വലി ഗെറ്റ് 2 ഇമ്പോർട്ടൻറ്റ് കോമൺ സെൻസിക്കൽ തിങ്.
ഒന്ന്, ഏഷ്യൻ ടൈഗർ എന്ന് വിളിക്കാൻ കാരണം ഇറ്റ് ഇസ് നേറ്റീവ് ടു സൗത്ത് ഈസ്റ്റ് ഏഷ്യ. രണ്ട്, ടൈഗർ എന്ന് വിളിക്കാൻ കാരണം ഇറ്റ് ഹസ് ഗോട്ട് എ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ട്രൈപ്ഡ് ബോഡി which resembles a tiger. That's why the name. So aggressive daytime biter ആണ്. Unlike many other mosquitoes that bite at night, that is also a common factor. പലപ്പോഴും രാത്രി ആണ് പല മോസ്കിറ്റോസും വരുന്നത്. This is an aggressive daytimer biter. So it's very small in size but a strong flyer. ഇതിന്റെ സൈസ് ചെറുതാണ്, but do not underestimate it with the size. ഇനി ഇതിന്റെ ഹാബിറ്റാറ്റ് ഒറിജിനലി ഫൗണ്ട് ഇൻ ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ റീജിയൻസ് ഓഫ് ഏഷ്യ. ഏഷ്യൻ ടൈഗർ എന്ന് വിളിക്കുമ്പോൾ ഇറ്റ്സ് നേറ്റീവ് ടു സൗത്ത് ഈസ്റ്റ് ഏഷ്യ. ഇപ്പോൾ ആഫ്രിക്ക, യൂറോപ്പ്, നോർത്ത് ആൻഡ് സൗത്ത് അമേരിക്ക, ഓസ്ട്രേലിയ, ഈ ഗ്ലോബൽ ട്രേഡ് ആൻഡ് ട്രാവൽ കാരണം അർബൻ ഏരിയാസ്, ഫോറസ്റ്റ്, റൂറൽ റീജിയൻസ് എല്ലായിടത്തും ഇതുണ്ടെന്നുള്ളത് മനസ്സിലാക്കിക്കോളൂ. സോ ഇന്ത്യയിലും അതിൻ്റെ കുറേ സംഭവങ്ങളുണ്ട്. ഇഡിസ് ആൽബോപിക്ടസ്. സോ ബ്രീഡിംഗ് സൈറ്റ്സ് എന്ന് പറയുന്നത് സ്റ്റാഗ്നന്റ് വാട്ടർ ഇൻ കണ്ടെയ്നേഴ്സ്, ടയർസ്, ഫ്ലവർ പോട്ട്സ്, ഗട്ടേഴ്സ്, കോക്കനട്ട് ഷെൽസ്, ട്രീ ഹോൾസ്. ഇത് സാധാരണ കൊതുകുകളെല്ലാം കാണപ്പെടുന്നത് എല്ലാം ഓൾമോസ്റ്റ് ഇതേ ഹാബിറ്റാറ്റിലാണ്. യു ക്യാൻ സീ ഇഡിസ് ആൽബോപിക്ടസ് ഇൻ ദ സെയിം ലൊക്കേഷൻസ്. അതും നമുക്ക് കാണാൻ സാധിക്കും. സോ രണ്ട് കാര്യങ്ങളുണ്ട്. ഇഡിസ് ഈജിപ്റ്റി നോൺ ആസ് യെല്ലോ ഫീവർ മോസ്കിറ്റോ. ഇസ് ടൈഗർ മോസ്കിറ്റോ. കണ്ടോ ഇതിന്റെ കളർ കണ്ടോ, രണ്ടിനും വ്യത്യാസമുണ്ട്. ഇറ്റ്സ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കണ്ടോ. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊണ്ടാണ് ഇറ്റ് ഇസ് കോൾഡ് വൈറ്റ്, ഹാസ് വൈറ്റ് മാർക്കിങ്സ്, വൈറ്റ് സ്ട്രൈപ്സ് ആൻഡ് thorax. അതുകൊണ്ടാണ് ഇറ്റ്സ് കോൾഡ് ദ ഏഷ്യൻ ടൈഗർ. വൈറ്റ് മാർക്കിങ്സ് ഓൺ ലെഗ്, ഇറ്റ്സ് ഡിഫറെൻ്റ് ആണ് കാണാൻ. ഈ ഇഡിസ് ഈജിപ്റ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് പ്രിഡോമിനൻ്റ്ലി അർബൻ, ഇൻഡോർ അതൊക്കെയാണ്, ബട്ട് പ്രിഡോമിനൻ്റ്ലി ഫൗണ്ട് ഇൻ റൂറൽ ഏരിയാസ്. ബ്രീഡ് ഔട്ട്ഡോർ ആണ്. ഈ മറ്റേ ഇഡിസ് ഈജിപ്റ്റി അകത്താണ് കൂടുതൽ ബ്രീഡിങ് വരുന്നത്. അത് കുറച്ചുകൂടെ ഔട്ട്ഡോർ ആണ്. ഇഡിസ് ആൽബോപിക്ടസ് കുറച്ചുകൂടെ ഔട്ട്ഡോർ ആണ്. ഈജിപ്റ്റി അകത്താണ്. ഈ വ്യത്യാസം അറിഞ്ഞിരിക്കണം, വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കാം. കാരിയേഴ്സ് രണ്ടും, മോസ്കിറ്റോ എന്ന് പറയുന്നത് തന്നെ ദാറ്റ് ഈസ് ആക്ച്വലി എ കാരിയർ. ഡെങ്കു രണ്ടിടത്തും, സിക്ക വൈറസ്, ചിക്കൻ ഗുനിയ, സിക്ക, ചിക്കൻ ഗുനിയ. യെല്ലോ ഫീവർ വൈറസ് ഉള്ളത് ആൽബോപിക്ടസ് അല്ല. സോ പ്ലീസ് റിമെമ്പർ, സിക്ക, ഡെങ്കു, ചിക്കൻ ഗുനിയ എല്ലാം ഉണ്ട്. യെല്ലോ ഫീവർ മോസ്കിറ്റോ എന്ന് പറയുന്നത് ഇഡിസ് ഈജിപ്റ്റി ആണ്. പ്ലീസ് റിമെമ്പർ. പകലാണ്, രണ്ടും പകലാണ് ഏറ്റവും കൂടുതൽ. ഈജിപ്റ്റിയും ആൽബോപിക്ടസും കൂടുതലും പകലാണ് അത് ബൈറ്റ് ചെയ്യുന്നത്. സംഭവമൊക്കെ സെയിം തന്നെയാണ്. എഗ് സ്റ്റേജ്, ലാർവ, പ്യൂപ്പ, അഡൽട്ട് സ്റ്റേജ് എന്ന് പറയുന്നത് എക്സ്പോസ് ടു മോയ്സ്ചർ. ദേ ക്യാൻ സർവൈവ് ഇൻ മന്ത്സ് വിത്തൗട്ട് വാട്ടർ ആൻഡ് ഹാച്ച്. വെറുതെ മോയ്സ്ചറി വെച്ചുകൊണ്ട് തന്നെ അപ്പം തന്നെ ഹാച്ച് ചെയ്യുന്നതാണ്. വാട്ടറും ഈ പൂപ്പ സ്റ്റേജും. ഫീമെയിൽ ബൈറ്റ്സ് ഹ്യൂമൻ ആൻഡ് ആനിമൽസ് ടു ഒബ്റ്റെയിൻ ബ്ലഡ് ഫോർ എഗ് പ്രൊഡക്ഷൻ. മെയിൽസ് ഡു നോട്ട് ബൈറ്റ്, ദേ ഫീഡ് ഓൺ നെക്ടർ. സോ സാധാരണഗതിയിൽ ആനിമൽസിനെയും കടിക്കും, രക്തമുള്ള, ബ്ലഡുള്ള എന്തിനേയും കടിക്കും. അങ്ങനെയാണ് അത് എഗ് പ്രൊഡക്ഷൻ മീറ്റ് ചെയ്യുന്നത്. മെയിൽസ് കടിക്കുന്നില്ല, ഡു നോട്ട് ബൈറ്റ് ആണ്. ദേ ഫീഡ് ഓൺ നെക്ടർ. പൂക്കളും അതുകൊണ്ടൊക്കെയാണ് ഇത് നിൽക്കുന്നതെന്നാണ് ഇത് പറയുന്നത്. ഈജിപ്റ്റി അല്ല ആൽബോപിക്ടസ്. മെയിൽസ് ഡു നോട്ട് ബൈറ്റ് എന്നാണ് ഇതിൽ പറയുന്നത്. മേ ബി യു ക്യാൻ ഹാവ് ആൻ ഐഡിയ ഓൺ ദാറ്റ്. ആൻഡ് ഇത് കണ്ടത് കുറച്ചും കൂടെ വലിയൊരു ഇതാണ്. സയന്റിഫിക് നെയിം സെയിം ആണ്. ഏഷ്യൻ ടൈഗർ മോസ്കിറ്റോ, മറ്റേത് യെല്ലോ ആണ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആണ്. ഇഡിസ് ഈജിപ്റ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് ഒറിജിൻ ആഫ്രിക്കയാണ്. ഡിസ്ട്രിബ്യൂഷൻ എല്ലായിടത്തും ഉണ്ട്, ട്രോപ്പിക്കൽ, സബ് ട്രോപ്പിക്കൽ റീജിയൻസ്. ഇതിൽ യെല്ലോ വൈറസും കൂടെ ഉണ്ട്, ഇതിൽ യെല്ലോ വൈറസ് ഇല്ല. അർബൻ ഏരിയാസ്, ആർട്ടിഫിഷ്യൽ കണ്ടെയ്നേഴ്സ്, ഇതൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. ഡേ ടൈം ഫീഡർ ആണ്. ഡേ ടൈം ഫീഡർ. ബോത്ത് ഹ്യൂമൻസ് ആൻഡ് ആനിമൽസ് പ്രിഫർ ഹ്യൂമൻ ബ്ലഡ്. ഇഡിസ് ഈജിപ്റ്റി കൂടുതലും ഹ്യൂമൻ ബ്ലഡ് ആണ് നോക്കുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, മെയിൽസ് ഡു നോട്ട് ബൈറ്റ് ബട്ട് ഫീമെയിൽസ് ഡിപ്പെൻഡ് ഓൺ ബോത്ത് ബ്ലഡ് ഓഫ് ആനിമൽസ് ആൻഡ് ഹ്യൂമൻസ്. 200 മീറ്റർ വരെ പറക്കും ഇത്. അത്ര ഹൈറ്റ്, 200 മീറ്റർ വരെ പോവും. 400 മീറ്റർ വരെ പറക്കും. അത്യാവശ്യം നല്ല ഹൈറ്റ് ആണ്. 400 മീറ്റർ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 0.4 കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. 1000 മീറ്റർ, ഓൾമോസ്റ്റ് 1 കിലോമീറ്റർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഹൈറ്റിൽ പറക്കും അത്. ലൈഫ് സൈക്കിൾ ഓൾമോസ്റ്റ് സെയിം ആണ്. സൈസ് കുറച്ചുകൂടെ ചെറുതാണ്. ഇത് ഇഡിസ് ആൽബോപിക്ടസ് ആർ സ്മോളർ. അത് കുറച്ചുകൂടെ ചെറുതാണെന്നുള്ള ഫാക്റ്റും കൂടെ നമ്മളിവിടെ ഓർത്ത് വെക്കാം. ആൻഡ് പ്രധാനമായിട്ടും കോൾഡ് ടോളറൻസും കൂടെ ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഐ ഹവ് ഓൾസോ മാർക്ക് ദ ഇമ്പോർട്ടൻറ്റ് കോൾഡ് ടോളറൻസ്. ഈ ആൽബോപിക്ടസ് സർവൈവ്സ് ഇൻ കോൾഡർ റീജിയൻസ്. അതുകൊണ്ടാണ് യൂറോപ്പിൽ കുറച്ചും കൂടെ സർവൈവ് ചെയ്യുന്നത്. ഈജിപ്റ്റി പ്രിഫേഴ്സ് വാം ക്ലൈമറ്റ്. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഈസ് മോർ ഇൻ ആഫ്രിക്ക. ആഫ്രിക്കയിൽ കൂടുതൽ കാണുന്നതും ഒരു വാം ക്ലൈമറ്റ് ഉള്ളതുകൊണ്ടാണ്. കോൾഡർ റീജിയൻസ് ഇപ്പോൾ ഇറ്റലിയിലാണ് നമ്മൾ ലാസ്റ്റ് നോക്കിയത്. ഇറ്റലിയിൽ കാണാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ നോക്കിയത്. ഓക്കെ, സോ ദാറ്റ് ഇസ് അബൌട്ട് മോസ്കിറ്റോ, ആൽബോപിക്ടസ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. നൗ വി ആർ മൂവിംഗ് ഓൺ ടു അനദർ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് കോൾഡ് വാട്ട് ഇസ് കൺസ്ട്രക്റ്റഡ് വെറ്റ്ലൻഡ്സ്. ഇതും ഒരു പ്രധാന ടോപ്പിക്കാണ്. എന്താണ് ഈ കൺസ്ട്രക്റ്റഡ് വെറ്റ്ലൻഡ്സ് എന്നുള്ളതും എന്താണ് ഇതെന്ന് കാണാൻ പറ്റുക. നമ്മൾ സാധാരണ വെറ്റ്ലൻഡ്സ് കണ്ടിട്ടുണ്ട്.
മാർഷ് ലാൻഡ്സും ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. റാംസാർ കൺവെൻഷൻ, ഇതൊക്കെ നമ്മൾ വി ഹാവ് റെഡ് എവറിഥിങ് ഇൻ ഡീറ്റെയിൽ അബൌട്ട് വാട്ട് ഈസ് ഓൾ ഓഫ് ദിസ് വെറ്റ്ലൻഡ്സ്, റാംസാർ കൺവെൻഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ദിസ് ഇസ് സംതിങ് കോൾഡ് കൺസ്ട്രക്റ്റഡ് വെറ്റ്ലൻഡ്സ്, നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതാണ്. സി ഇമാജിൻ എ നാച്ചുറൽ വെറ്റ്ലൻഡ് ലൈക്ക് സ്വാംപ് ഓർ മാർഷ്. A constructed wetland is an artificial version designed by human to treat waste water. ഇവിടെ പ്രധാന പ്രശ്നം ഈ കൺസ്ട്രക്റ്റഡ് വെറ്റ്ലൻഡ്സിന്റെ മെയിൻ കാര്യം നമ്മൾ ഹ്യൂമൻസ് എങ്ങനെയാണ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കണ്ടോ, ഇത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. റെഡ്യൂസ് വാട്ടർ പൊല്യൂഷൻ, ഇൻക്രീസ് വാട്ടർ സപ്ലൈ ആൻഡ് പ്രൊട്ടക്ട് ദ എൻവയോൺമെന്റ്. സോ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും വെറ്റ്ലൻഡ്സ്. അതും ഒരു ചോദ്യമായി വന്നാലോ, ലെറ്റ്സ് ഹാവ് എൻ ഐഡിയ. ഇതൊരു സാധാരണ ക്ലാസിക് വെറ്റ്ലൻഡ് ആണ്, നാച്ചുറൽ ആയിട്ടുള്ള ഒരു വെറ്റ്ലൻഡ് ആണ് നമ്മളിത് കാണുന്നത്. പക്ഷെ ഇത് പ്രൊട്ടക്റ്റഡ് കൺസ്ട്രക്റ്റഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹ്യൂമൻസ് കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. സോ ആർട്ടിഫിഷ്യൽ ഡിസൈൻ വെറ്റ്ലൻഡ്സ് ദാറ്റ് മിമിക് നാച്ചുറൽ വെറ്റ്ലൻഡ്സ് ടു ട്രീറ്റ് വേസ്റ്റ് വാട്ടർ ആൻഡ് മാനേജ് സ്റ്റോം വാട്ടർ. വെള്ളമൊക്കെ ഒഴുകി വരുന്ന സമയത്തും നമ്മൾ വണ്ടൊക്കെ കെട്ടി വെച്ച് ഇങ്ങനെ കവർ ചെയ്യുന്ന ഒബ്സ്ട്രക്ഷൻ കൊടുക്കുന്ന പോലെ ഇറ്റ് ക്യാൻ മാനേജ് സ്റ്റോം വാട്ടർ ആസ് വെൽ ആസ് ട്രീറ്റ് വേസ്റ്റ് വാട്ടർ. രണ്ടും നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിവിടെ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം. So the most important thing is purpose is used for water purification, flood control, habitat conservation and climate regulation. പല ഉപയോഗങ്ങളാണ് ഇതിനകത്തുള്ളത്. വെള്ളം പ്യൂരിഫൈ ചെയ്യാൻ പ്രധാനപ്പെട്ട പോയിന്റ് പരീക്ഷയ്ക്ക് ചോദിക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് വിച്ച് ഓഫ് ദം ആർ ഫീച്ചേഴ്സ് ഓഫ് കൺസ്ട്രക്റ്റഡ് വെറ്റ്ലൻഡ്സ് എന്ന് ചോദിച്ചാൽ വാട്ടർ പ്യൂരിഫിക്കേഷന് സഹായിക്കുന്നുണ്ട്. ഫ്ലഡ് കൺട്രോൾ, ഒരുപാട് വെള്ളം ഇങ്ങനെ ഒഴുകി വന്നാൽ അതിനൊരു തടയിടാൻ വേണ്ടി ഒരു പ്രധാന സംഭവം. ഹാബിറ്റാറ്റ് കൺസർവേഷൻ, പല വെള്ളത്തിലുള്ളതും അല്ലെങ്കിൽ വാട്ടർ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള പല എക്കോസിസ്റ്റത്തിൻ്റെ പല അതിൻ്റെയും കൺസർവേഷന് സഹായിക്കുന്നുണ്ട്. ക്ലൈമറ്റ് റെഗുലേഷനും സഹായിക്കുന്നുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും പ്ലാന്റ്സ്, സോയിൽ ആൻഡ് മൈക്രോ ഓർഗാനിസംസ് ടു ഫിൽട്ടർ ഔട്ട് പൊല്യൂട്ടൻസ് ആൻഡ് ഇംപ്രൂവ് വാട്ടർ ക്വാളിറ്റി. ഇതിനകത്ത് നമ്മൾ പ്ലാന്റ്സും സോയിലും മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഇട്ട് കൊടുക്കും. അതായത് പൊല്യൂട്ടൻസിനെ ഫിൽട്ടർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള സംഭവങ്ങൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഫിൽട്ടർ ചെയ്യും. സോ ദാറ്റ് ഈസ് എ വെരി ഗുഡ് തിങ്. ഇറ്റ് ഫിൽട്ടേഴ്സ് ഔട്ട് ദാറ്റ്. സോ അതാണ് നമുക്ക്, അതായത് ഇത് നമ്മൾ ഒരു സംഭവം ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ മൈക്രോ ഓർഗാനിസംസും പല ടൈപ്പ് ഓഫ് പ്ലാന്റ്സും സോയിലൊക്കെ കൊണ്ടുവെക്കുമ്പോൾ ഇതിലൂടെ കടത്തിവിടുന്ന സംഭവത്തിനെ അത് ഫിൽട്ടർ ഔട്ട് ചെയ്തെടുക്കും. കാരണം ആ കപ്പാസിറ്റി ഉള്ള നാച്ചുറൽ സംഭവങ്ങളാണ് നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. സോ ദാറ്റ് ഈസ് വൈ ദ വാട്ടർ ക്വാളിറ്റി ഈസ് ഗെറ്റിംഗ് ഇംപ്രൂവ്. ഇനി നമ്മൾ കാണാൻ പറ്റും കൺസ്ട്രക്റ്റഡ് വെറ്റ്ലൻഡ്സിന്റെ ബെനിഫിറ്റ്സ് ആണ്. പ്രിലിംസിന് ചോദിക്കാൻ നമുക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്. ഒന്ന്, വാട്ടർ പ്യൂരിഫിക്കേഷൻ. റിമൂവ് പൊല്യൂട്ടൻസ്, ഹെവി മെറ്റൽസ്, ബാക്ടീരിയ ഫ്രം വേസ്റ്റ് വാട്ടർ. ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ റിമൂവ് ചെയ്യാൻ പറ്റും. ആക്ട് ആസ് എ നാച്ചുറൽ സ്പോഞ്ച് ടു അബ്സോർവ് എക്സസ് റെയിൻ വാട്ടർ. ഞാൻ നേരത്തെ പറഞ്ഞ വെള്ളം ഒഴുകി വരുന്ന വെള്ളത്തിനെ ഒരു സ്പോഞ്ച് പോലെ ദിസ് ക്യാൻ ആക്ച്വലി അട്രാക്ട് ആൻഡ് ദിസ് ക്യാൻ ടേക്ക് ഇൻ ദ വാട്ടർ. വെള്ളം പിടിച്ചെടുക്കാൻ പറ്റും. So that is why it is called a natural sponge. Okay, climate regulation, greenhouse gases by storing carbon in wetland plants. അതിലുള്ള കുറേ പ്ലാന്റ്സ് എല്ലാം കാർബൺ സ്റ്റോർ ചെയ്ത് വെക്കും. സോ മുകളിലേക്ക് നമ്മളിവിടെ കാണുന്ന മുകളിലേക്ക് പോകേണ്ട കുറേ കാർബൺ ഒന്നും ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഒന്നും പോവില്ല. ഇതിനകത്ത് കുറേ സാധനങ്ങളെല്ലാം ഇതിനകത്ത് അബ്സോർബ് ചെയ്ത് കിടക്കും. ഇതെല്ലാം കുറേയൊക്കെ ഇതിനകത്ത് അബ്സോർബ് ചെയ്യും. ഈ അബ്സോർപ്ഷൻ വരുമ്പോൾ ഡെഫിനറ്റ്ലി നല്ലതല്ലേ. പിന്നെ ഹാബിറ്റാറ്റ്സ് ഫോർ ബേർഡ്സ്, ഫിഷസ് ആൻഡ് ആംഫീബിയൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തതിൽ ഒരുപാട് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ നടക്കും. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. സോ ഹാവ് എൻ ഐഡിയ ഓൺ ദിസ് ബെനിഫിറ്റ്സ്. പിന്നെ നല്ലതല്ലേ, കോസ്റ്റ് എഫക്റ്റീവ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് കമ്പയർഡ് ടു സീവേജ് പ്ലാന്റ്സ്. ഇതിനെക്കാട്ടൊക്കെ നല്ല കോസ്റ്റ് കുറവാണ് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. നല്ല ഓപ്പറേഷൻ കോസ്റ്റും എനർജി കൺസംഷൻ വളരെ ലോ ആണ്. പിന്നെ വാട്ടർ ബോഡീസിന് കുറച്ചുകൂടെ ഇത് കിട്ടും. പ്രൊവൈഡ്സ് ക്ലീൻ വാട്ടർ ഫോർ ഇറിഗേഷൻ ആൻഡ് ഡ്രിങ്കിങ് ഇൻ റൂറൽ ഏരിയ. സാനിറ്റേഷൻ നന്നാവും. ഒത്തിരി ഇതെല്ലാം ഇതിൻ്റെ ബെനിഫിറ്റ്സ് ആണ്. ഇതെല്ലാം അപ്പോൾ കൺസ്ട്രക്റ്റഡ് വെറ്റ്ലൻഡ്സ് അത്രയും നല്ലൊരു കാര്യമാണെന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണുന്നത്. ആപ്ലിക്കേഷൻസ് ഇൻ ഇന്ത്യ. ഇത് കൺസ്ട്രക്റ്റഡ് വെറ്റ്ലൻഡ് ആണ് കേട്ടോ. ഇത് കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുക, അങ്ങനെ ഒരു സംഭവം ഇല്ല. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന പ്ലാന്റ്സ്, സോയിൽ എല്ലാം ഈ പറയുന്ന പ്യൂരിഫിക്കേഷൻ അല്ലെങ്കിൽ ക്ലൈമറ്റ് ആപ്ലിക്കേഷൻ, കാർബൺ സ്റ്റോറിങ് ഒക്കെ കണക്കാക്കിയിട്ടാണ് ഇതെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. നൗ വിൽ ഹാവ് എ ലുക്ക് അറ്റ് ആപ്ലിക്കേഷൻസ്. ഇപ്പോൾ ഉദാഹരണത്തിന് പ്രോജക്ട് ഗംഗ റിജുവിനേഷൻ പ്രോജക്ട്, ക്ലീനിങ് റിവർ ഗംഗയ്ക്ക് വേണ്ടി നമ്മൾ ഇതേപോലെ കൺസ്ട്രക്റ്റഡ് വെറ്റ്ലൻഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. സോ ആപ്ലിക്കേഷൻ ഉണ്ട്, ഗംഗ റിജുവിനേഷൻ ഉണ്ട്. നമാമി ഗംഗി വെറ്റ്ലൻഡ് ബേസ്ഡ് വാട്ടർ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് ആണ്. വെറ്റ്ലൻഡ് വെച്ചിട്ട് വേസ്റ്റ് വാട്ടർ ട്രീറ്റ് ചെയ്യുന്ന ടെക്നിക്കാണ്. നാച്ചുറലി വാട്ടർ പ്യൂരിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് ഇത്. ലേക്സ് ആൻഡ് അർബൻ വെറ്റ്ലൻഡ്. സിറ്റീസ് ലൈക്ക് ബാംഗ്ലൂർ ആൻഡ് ഡൽഹി ആർ യൂസിങ് കൺസ്ട്രക്റ്റഡ് വെറ്റ്ലൻഡ്സ് ഫോർ സീവേജ് ട്രീറ്റ്മെന്റ്. അങ്ങനെയും നാച്ചുറലി ട്രീറ്റ് ചെയ്യാം. സ്മോൾ വില്ലേജസിൽ വാട്ടർ സീവേജ് വാട്ടറിനും വേസ്റ്റ് വാട്ടറിനൊക്കെ ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി റൂറൽ സാനിറ്റേഷനും ഇത് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്.
സോ പ്രധാനമായിട്ടും അടുത്ത UPSCക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അങ്ങനെയാണെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് SDG, നമുക്കറിയാം SDG കുറേ ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ടും SDG ഇതിൽ എന്തൊക്കെയാണ് മാച്ച് ചെയ്യുന്നത് വെച്ചാൽ നമ്പർ 6, നമ്പർ 13 ആൻഡ് നമ്പർ 15 ഇതെല്ലാം ഇതിൽ വരുന്നതാണ്. 6 ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ പറയുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി കൺസ്ട്രക്റ്റഡ് വെറ്റ്ലാൻഡ് അതിൽ വരും. ക്ലൈമറ്റ് ആക്ഷൻ, ഹെൽപ്പ് ഇൻ ക്ലൈമറ്റ് സെക്വസ്ട്രേഷൻ, ക്ലൈമറ്റ് ഗ്രീൻ ഹൗസ് ഗ്യാസസിനെ പ്ലാന്റ്സ് ട്രാപ്പ് ചെയ്തെടുക്കുമ്പോൾ ഗ്യാസസ് മുകളിലേക്ക് കുറവാണ്. സോ ക്ലൈമറ്റ് ആക്ഷനെ സഹായിക്കുന്നുണ്ട്. ലൈഫ് ഓൺ ലാൻഡ്, ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ 6, 13, 15 എന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിനെയും ഈ ഒരു കോൺസെപ്റ്റ് സഹായിക്കുന്നുണ്ട്. സോ അടുത്ത പ്രാവശ്യം പരീക്ഷയ്ക്ക് വെറ്റ്ലാൻഡ്, കൺസ്ട്രക്റ്റഡ് വെറ്റ്ലാൻഡ് ചോദിച്ചാൽ അത് പല രീതിയിൽ ഹെൽപ്ഫുൾ ആണെന്നുള്ള സത്യം മനസ്സിലാക്കി പഠിക്കുക. ഇനി അടുത്ത പ്രധാനപ്പെട്ട സംഭവം ഒലിയാണ്ടർ ഫ്രാൻസ്, നമ്മുടെ അരളി അമ്പലത്തിൽ പ്രസാദം തരുന്ന ഒരു വിമൺ മരിച്ചതിന് ശേഷം ഇത് കഴിച്ചാൽ പോയ്സൺ ആണ്, അല്ലെങ്കിൽ ഇത് ഇൻഹെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ ഇത് നമ്മൾ എന്തെങ്കിലും രീതിയിൽ കൺസ്യൂം ചെയ്ത പ്രശ്നമാണ്. കോമൺലി ഫൗണ്ട് ഇൻ ഗാർഡൻസ്, ടെമ്പിൾസ്, റോഡ് സൈഡ് ആൻഡ് പബ്ലിക് പാർക്ക് ഡ്യൂ ടു ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ആൻഡ് ഡ്രോട്ട് റെസിസ്റ്റൻസ്. ഈ ഡ്രോട്ട് റെസിസ്റ്റൻസ് കപ്പാസിറ്റി അമ്പലങ്ങളിൽ പ്രസാദം കൊടുത്തിട്ടാണ്. അപ്പോൾ അരളി ഇതിനെ നമ്മൾ വിളിക്കുന്നത് ഒലിയാണ്ടർ ഫ്ലവർ എന്നാണ്. ഒലിയാണ്ടർ ടോക്സിസിറ്റി എന്നാണ് ഇതിനെ വിളിക്കുക, ടോക്സിസിറ്റി. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഒലിയാണ്ടറിനെ വിളിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട സംഭവം? സയന്റിഫിക് നെയിം ഇസ് നെറിയം ഒലിയാണ്ടർ. ഒലിയാണ്ടർ എന്ന് വിളിക്കും. നമ്മൾ അരളി എന്ന് വിളിക്കുന്നത് കനേർ എന്ന് പല പേരിൽ വിളിക്കും. ഇതിന്റെ പേര് ഇറ്റ് ഇസ് ഓൾറെഡി ഫൗണ്ട് ഇൻ പിങ്ക്, റെഡ്, വൈറ്റ് ആൻഡ് യെല്ലോ കളർ. നമ്മളിപ്പോൾ പിങ്ക് ആണ് കൂടുതൽ കാണുന്നത്. പിങ്കും റെഡും ഉണ്ട്, വൈറ്റും ഉണ്ട്, അതേപോലെ തന്നെ യെല്ലോ ഉണ്ട്. സോ മെഡിറ്ററേനിയൻ, സൗത്ത് ഏഷ്യൻ, സബ് ട്രോപ്പിക്കൽ റീജിയനിലൊക്കെ കാണാൻ പറ്റും ഈ ഒലിയാണ്ടർ ഫ്ലവർ എന്ന് പറയുന്നത്. സോ സംതിങ് ഇങ്ങനൊരു അമ്പലത്തിൽ പ്രസാദം കാരണം ഒരാൾ മരിക്കുമ്പോൾ ഈ പ്ലാന്റ് ഭയങ്കര പോയ്സണസ് ആണ്, അപ്പോൾ ഒരാളെ കൊല്ലാം, ഹോമിസൈഡിന് വേണ്ടി വേണമെങ്കിലും ഈ പ്ലാന്റ് ഉപയോഗിക്കാം എന്നുള്ളതാണ്. സോ വാട്ട് മേക്സ് ഒലിയാണ്ടർ ടോക്സിക് ഇസ് ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് ടോക്സിക് കാർഡിയാക് ഗ്ലൈക്കോസൈഡ്സ് ഇൻക്ലൂഡിംഗ് ഒലിയാൻഡ്രിൻ, നെറിൻ, ഡിജിറ്റോക്സിജനിൻ. ഈ 3 കാര്യങ്ങൾ ഇതെല്ലാം ഒലിയാൻഡ്രിൻ, നെറിനിൻ, ഡിജിറ്റോക്സിജനിനൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈവൻ എ സ്മോൾ എമൗണ്ട് ക്യാൻ ബി വെരി ഡെഡ്ലി ഇഫ് ഇൻജസ്റ്റഡ്. ചെറിയ എമൗണ്ട് മതി മരണം സംഭവിക്കാൻ. അതുകൊണ്ട് പല അമ്പലങ്ങളും ഇതിപ്പോൾ നിർത്തി. Which are the parts of the poisonous? All parts are toxic. Flowers, leaves, stems, seeds, even smoke from burning oleander is poisonous. അടുത്തുകൊണ്ട് ഒലിയാണ്ടർ കത്തിച്ചു വെച്ച് അതിൻ്റെ പുക വന്നാൽ പോലും ആൾക്കാർ മരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. സോ ഒലിയാണ്ടർ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോ അബൌട്ട് ദിസ്. എല്ലാ പാർട്സും പോയ്സണസ് ആണ്. അതിൻ്റെ ഇത് A person died in Kerala due to suspected oleander poisoning in a temple premise. So accidental ingest this സംഭവം as they were commonly used. The accidental നമ്മൾ കഴിച്ചതോ അല്ലെങ്കിൽ അകത്തേക്ക് എടുത്തതാവാം. ഒലിയാണ്ടർ ഹാസ് ബീൻ ഹിസ്റ്റോറിക്കലി യൂസ്ഡ് ഇൻ സൂയിസൈഡ് ആൻഡ് ഹോമിസൈഡ് കേസസ്. കൊലപാതകം നടത്താൻ ഡെലിബറേറ്റ് ആയിട്ട് പോയ്സണിങ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഒലിയാണ്ടർ. സം മൈറ്റ് ഹാവ് അൺനോയിങ്ലി യൂസ്ഡ് ഇൻ ഹെർബൽ റെമഡീസ്. ചെറിയ പൂക്കളല്ലെന്നൊക്കെ വിചാരിച്ച് എല്ലാത്തിൻ്റെയും കൂട്ടത്തിൽ നമ്മൾ അരച്ച് ചേർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചേർത്ത് അൺനോയിങ്ലി ഉപയോഗിച്ചാലും നമുക്ക് മരണം വരും. സോ ഇത് കണ്ടോ, ഇത് പിങ്ക് അല്ല, ഇത് യെല്ലോ ഒലിയാണ്ടർ ആണ്. സോ ഈവൻ സൂയിസൈഡ് ആൻഡ് മർഡേഴ്സ് ഡ്യൂ ടു ഈസിലി അവൈലബിൾ നേച്ചർ. തമിഴ്നാട്, കർണാടക, ആന്ധ്രയിലൊക്കെ ഒരുപാട് മെഡിസിൻ വാല്യൂ ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും ഒരുപാട് മരണങ്ങളും കൊലപാതകങ്ങൾ പോലും, ക്രൈംസ് പോലും ഇതിന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളൊരു ഫാക്ടറാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ എൻവയോൺമെന്റിന്റെ നമ്മുടെ ഫസ്റ്റ് ലീപ്പ് ഇതാണ് ഇന്ന് എൻഡിങ് ദിസ് ക്ലാസ്. ലീപ്പ് കറണ്ട് അഫയേഴ്സിന്റെ ഫസ്റ്റ് ആണ്. കറണ്ട് അഫയേഴ്സ് 20th ക്ലാസ് ആണ്. അപ്പോൾ ഇത് മുഴുവൻ ക്ലാസ്സും കാണണമെങ്കിൽ IS ഫാക്ടറിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ക്ലാസ് മുഴുവൻ കാണാം. അപ്പോൾ ഇനി അടുത്ത എൻവയോൺമെന്റ് ഇനി ഞാൻ അടുത്ത് വരാം. ഇനി അടുത്ത് നമുക്ക് എക്കോണമി, ജോഗ്രഫി, അങ്ങനെ ഓരോ ടോപ്പിക്കിലേക്ക് കടക്കാം. ഓക്കെ, സോ കീപ് വാച്ചിങ് IS ഫാക്ടർ. താങ്ക് യു സോ മച്ച്. അടുത്ത ക്ലാസ്സിൽ കാണാം.